വൈറസുകളുടെ ആകൃതിയും വലുപ്പവും അളക്കാൻ പ്രകാശത്തിന്റെ ഏത് ഗുണമാണ് ഉപയോഗിക്കുന്നത്? പ്രകാശത്തിന്റെ ധ്രുവീകരണം. പ്രകാശത്തിന്റെ ധ്രുവീകരണ സ്വഭാവം ഉപയോഗിച്ച് ചെറിയ കണികകളായ വൈറസുകളുടെ ഘടനയെയും വലുപ്പത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. മനുഷ്യന്റെ കണ്ണിൽ പ്രതിബിംബങ്ങൾ എവിടെയാണ് രൂപപ്പെടുന്നത്? റെറ്റിനയിൽ, റെറ്റിന. പ്രകാശം കോർണിയ, ലെൻസ് എന്നിവയിലൂടെ കടന്നുപോയി റെറ്റിനയിൽ പതിക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നു. റെറ്റിനയിലെ പ്രകാശസംവേദക കോശങ്ങൾ ഈ വിവരങ്ങൾ നാഡികളിലൂടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നു. റെറ്റിനയിലെ ഏതുതരം കോശങ്ങളാണ് വർണ്ണകാഴ്ചയ്ക്ക്, കളർ വിഷൻ, ഉത്തരവാദികൾ? കോണാകൃതിയിലുള്ള കോശങ്ങൾ, കോൺസ്. മനുഷ്യന്റെ റെറ്റിനയിൽ പ്രധാനമായും രണ്ട് തരം പ്രകാശസംവേദക കോശങ്ങളുണ്ട്, കോണുകളും റോഡുകളും. വർണ്ണക്കാഴ്ചയെ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. ഇവ സാധാരണയായി കൂടുതൽ പ്രകാശമുള്ള സാഹചര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. റെറ്റിനയിലെ ഏതുതരം കോശങ്ങളാണ് പ്രകാശത്തിന്റെ തീവ്രതയോട് സംവേദനക്ഷമതയുള്ളതും മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് ഉത്തരവാദികളായതും? റോഡാകൃതിയിലുള്ള കോശങ്ങൾ, റോഡ്സ്. റോഡ് കോശങ്ങൾ പ്രകാശത്തിന്റെ തീവ്രതയോട് കൂടുതൽ സംവേദനക്ഷമതയുള്ളവയാണ്. അതിനാൽ മങ്ങിയ വെളിച്ചത്തിലും രാത്രിയിലുമുള്ള കാഴ്ചയ്ക്ക് ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിന് വ്യക്തമായ കാഴ്ചയുടെ ഏറ്റവും കുറഞ്ഞ ദൂരം, സമീപബിന്ദു, എത്രയാണ്? 25 സെന്റിമീറ്റർ. ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിന് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ദൂരമാണ് സമീപബിന്ദു. ഇത് ഏകദേശം 25 സെന്റിമീറ്റർ ആണ്. ഈ ദൂരത്തിൽ നിന്ന് വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിന് ഏറ്റവും കുറഞ്ഞ ആയാസം മാത്രമേ ഉണ്ടാകൂ. മയോപിയ അഥവാ ഹ്രസ്വദൃഷ്ടി എന്നാൽ എന്ത്? അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും എന്നാൽ ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമല്ലാത്ത രീതിയിൽ കാണുകയും ചെയ്യുന്ന ഒരു നേത്രരോഗമാണിത്. ഹ്രസ്വദൃഷ്ടിയിൽ നേത്രഗോളത്തിന്റെ ആകൃതിയിലുള്ള മാറ്റം കാരണം പ്രകാശം റെറ്റിനയ്ക്ക് മുന്നിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഇത് ദൂരെയുള്ള വസ്തുക്കളെ അവ്യക്തമാക്കുന്നു. പ്രധാനമായും കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് ഈ അവസ്ഥ കണ്ടുവരുന്നത്. മയോപിയയിൽ ദൂരെയുള്ള ഒരു വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയുമായി ബന്ധപ്പെട്ട് എവിടെയാണ് രൂപപ്പെടുന്നത്? റെറ്റിനയ്ക്ക് മുന്നിൽ, റെറ്റിനയ്ക്ക് തൊട്ടുമുമ്പ്. മയോപിയ ബാധിച്ച കണ്ണിൽ നേത്രഗോളത്തിന് ദൈർഘ്യം കൂടുകയോ അല്ലെങ്കിൽ കോർണിയയുടെയോ ലെൻസിന്റെയോ വക്ര വർദ്ധിക്കുകയോ ചെയ്യുന്നതിലൂടെ പ്രകാശരശ്മികൾ റെറ്റിനയിൽ എത്തുന്നതിനു മുമ്പ് തന്നെ കൂടിച്ചേർന്ന് പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇതാണ് ദൂരെയുള്ള വസ്തുക്കളെ അവ്യക്തമാക്കുന്നത്. മയോപിയ, ഹ്രസ്വദൃഷ്ടി, തിരുത്താൻ ഏത് തരം ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് പ്രകാശരശ്മികളെ വികസിപ്പിക്കുന്നു, ഡൈവേർജ്. മയോപിയ ബാധിച്ച കണ്ണിൽ റെറ്റിനയ്ക്ക് മുന്നിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താൻ ഈ ലെൻസ് സഹായിക്കുന്നു. അതുവഴി വ്യക്തമായ കാഴ്ച സാധ്യമാക്കുന്നു. ഹൈപ്പർമെട്രോപിയ അഥവാ ദീർഘദൃഷ്ടി എന്നാൽ എന്ത്? ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ അവ്യക്തമായോ വ്യക്തമല്ലാത്ത രീതിയിലോ കാണുകയും ചെയ്യുന്ന ഒരു നേത്രരോഗമാണിത്. ഹൈപ്പർമെട്രോപിയയിൽ നേത്രഗോളത്തിന്റെ ദൈർഘ്യം കുറയുന്നതിനാലോ അല്ലെങ്കിൽ കോർണിയയുടെയോ ലെൻസിന്റെയോ വക്ര കുറയുന്നതിനാലോ പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഇത് അടുത്തുള്ള വസ്തുക്കളെ അവ്യക്തമാക്കുന്നു. ഹൈപ്പർമെട്രോപിയയിൽ ദീർഘദൃഷ്ടി, അടുത്തുള്ള ഒരു വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയുമായി ബന്ധപ്പെട്ട് എവിടെയാണ് രൂപപ്പെടുന്നത്? റെറ്റിനയ്ക്ക് പിന്നിൽ. ദീർഘദൃഷ്ടിയിൽ നേത്രഗോളത്തിന് സാധാരണയേക്കാൾ നീളം കുറവായിരിക്കുകയോ ലെൻസിന് പ്രകാശത്തെ വേണ്ടത്ര കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുകയോ ചെയ്യുന്നതിനാൽ പ്രകാശരശ്മികൾ റെറ്റിനയിൽ കൂടിച്ചേരുന്നതിന് പകരം അതിനെ മറികടന്ന് പിന്നിൽ കൂടിച്ചേരുന്നു. തന്മൂലം അടുത്തുള്ള വസ്തുക്കൾ അവ്യക്തമായി കാണപ്പെടുന്നു. ഹൈപ്പർമെട്രോപിയ, ദീർഘദൃഷ്ടി, തിരുത്താൻ ഏത് തരം ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു, കൺവേർജ്. ഹൈപ്പർമെട്രോപിയ ബാധിച്ച കണ്ണിൽ റെറ്റിനയ്ക്ക് പിന്നിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താൻ ഈ ലെൻസ് സഹായിക്കുന്നു. അതുവഴി വ്യക്തമായ കാഴ്ച സാധ്യമാക്കുന്നു. വായനാ കണ്ണടകളിൽ സാധാരണയായി ഏത് തരം ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസുകൾ. വായനാ കണ്ണടകളിൽ കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിക്കുന്നത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നതിനാണ്. പ്രസ്ബയോപിയ, വാർദ്ധക്യസഹജമായ ദീർഘദൃഷ്ടി ബാധിച്ചവർക്ക് സാധാരണയായി ഈ ലെൻസുകളാണ് നിർദ്ദേശിക്കുന്നത്.
പ്രസ്ബയോബിയ എന്നാൽ എന്ത്, അത് സാധാരണയായി എപ്പോഴാണ് സംഭവിക്കുന്നത്? പ്രസ്ബയോബിയ വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഒരു നേത്രരോഗമാണ്. ഇതിൽ കണ്ണിന് ഫോക്കസ് ക്രമീകരിക്കാനുള്ള കഴിവ് കുറയുകയും സമീപവും ദൂരെയുമുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പ്രയാസമാവുകയും ചെയ്യുന്നു. വാർദ്ധക്യത്തിൽ കണ്ണിന്റെ ലെൻസിന്റെ വഴക്കം കുറയുന്നതും അതിനെ പിടിച്ചുനിർത്തുന്ന പേശികൾക്ക് ബലം കുറയുന്നതുമാണ് പ്രസ്ബയോബിയയ്ക്ക് കാരണം. സാധാരണയായി 40 വയസ്സിനു മുകളിലുള്ളവരിലാണ് ഈ അവസ്ഥ കണ്ടുവരുന്നത്. പ്രസ്ബയോബിയ തിരുത്താൻ സാധാരണയായി ഏതുതരം ലെൻസാണ് ഉപയോഗിക്കുന്നത്? ബൈഫോക്കൽ ലെൻസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ലെൻസ്. ബൈഫോക്കൽ ലെൻസുകളിൽ സമീപകാഴ്ചയ്ക്കും ദൂരക്കാഴ്ചയ്ക്കും വേണ്ടിയുള്ള 2 വ്യത്യസ്ത പവറുകളുണ്ടാകും. പ്രോഗ്രസീവ് ലെൻസുകൾക്ക് ഈ മാറ്റം ക്രമമായ ഒരു പ്രവണതയിലൂടെയാണ് സംഭവിക്കുന്നത്. ഇത് കൂടുതൽ സ്വാഭാവികമായ കാഴ്ചാനുഭവം നൽകുന്നു. അസ്റ്റിഗ്മാറ്റിസം എന്നാൽ എന്ത്, അതിന്റെ പ്രധാന കാരണം എന്താണ്? അസ്റ്റിഗ്മാറ്റിസം എന്നത് കൃഷ്ണമണിയുടെ ആകൃതിയിലുണ്ടാകുന്ന ക്രമരഹിതത്വത്താൽ പൂർണ്ണമായി വൃത്താകൃതിയിലല്ലാത്തതിനാൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചാ വൈകല്യമാണ്. ഇത് മങ്ങിയതോ വികലമായതോ ആയ കാഴ്ചയ്ക്ക് കാരണമാകുന്നു. അവിടെ തിരശ്ചീനവും ലംബവുമായ വരകൾ വ്യക്തമായും ഒരേ സമയം കാണാൻ കഴിയുന്നില്ല. അസ്റ്റിഗ്മാറ്റിസം എന്നത് നേത്രരോഗങ്ങളിൽ ഒന്നാണ്. കൃഷ്ണമണിയുടെയോ ലെൻസിന്റെയോ വക്രയിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഇത് മങ്ങിയ കാഴ്ചയ്ക്കും തലവേദനയ്ക്കും ഇടയാക്കാം. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഏതുതരം ലെൻസാണ് ഉപയോഗിക്കുന്നത്? സിലിണ്ട്രിക്കൽ ലെൻസുകൾ. അസ്റ്റിഗ്മാറ്റിസം എന്ന കാഴ്ചാ വൈകല്യം പരിഹരിക്കാൻ സിലിണ്ട്രിക്കൽ ലെൻസുകൾ ഉപയോഗിക്കുന്നു. കൃഷ്ണമണിയുടെ ക്രമരഹിതമായ ആകൃതി കാരണം ഉണ്ടാകുന്ന മങ്ങിയ കാഴ്ചയെ ഈ ലെൻസുകൾ ശരിയാക്കുന്നു. പ്രകാശരശ്മികളെ കൃത്യമായി റെറ്റിനയിൽ കേന്ദ്രീകരിക്കാൻ ഇവ സഹായിക്കുന്നു. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പ്രധാനമായും ഏതുതരം വസ്തുക്കളാണ് പഠിക്കുന്നത്? കോശങ്ങൾ, ബാക്ടീരിയകൾ, വൈറസുകൾ പോലുള്ള സൂക്ഷ്മ വസ്തുക്കൾ. മൈക്രോസ്കോപ്പ് എന്നത് വളരെ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് ജന്തു സസ്യകോശങ്ങൾ, ബാക്ടീരിയകൾ, വൈറസുകൾ തുടങ്ങിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെയും അവയുടെ ഘടനകളെയും പഠിക്കാൻ സഹായിക്കുന്നു. ബയോളജി, മെഡിസിൻ തുടങ്ങിയ ശാസ്ത്രശാഖകളിൽ ഇത് അത്യന്താപേക്ഷിതമാണ്. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രധാനമായും ഏതുതരം വസ്തുക്കളാണ് നിരീക്ഷിക്കുന്നത്? ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ തുടങ്ങിയ ദൂരെയുള്ള വസ്തുക്കളും ആകാശഗോളങ്ങളും. ടെലിസ്കോപ്പ് എന്നത് ദൂരെയുള്ള വസ്തുക്കളെ, പ്രത്യേകിച്ച് ബഹിരാകാശ വസ്തുക്കളെ വ്യക്തമായി നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഉപകരണമാണ്. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, നീഹാരികകൾ, ഗാലക്സികൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർ ടെലിസ്കോപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. റിഫ്രാക്റ്റിംഗ്, റിഫ്ലക്റ്റിംഗ് എന്നിങ്ങനെ വിവിധതരം ടെലിസ്കോപ്പുകൾ നിലവിലുണ്ട്. ഒരു ലളിതമായ മൈക്രോസ്കോപ്പിൽ ഏതുതരം ലെൻസാണ് ഉപയോഗിക്കുന്നത്? വളരെ കുറഞ്ഞ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസ്. ഒരു ലളിതമായ മൈക്രോസ്കോപ്പ് എന്നത് അടിസ്ഥാനപരമായി ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഈ ലെൻസിന് വളരെ കുറഞ്ഞ ഫോക്കൽ ദൂരമുണ്ടായിരിക്കും. ഇത് വസ്തുക്കളുടെ വലിയതും നിവർന്നതുമായ മിഥ്യാബിംബം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഭൂതക്കണ്ണാടി ഒരു ലളിതമായ മൈക്രോസ്കോപ്പിന്റെ ഉദാഹരണമാണ്. ഒരു സംയുക്ത മൈക്രോസ്കോപ്പിൽ സാധാരണയായി എത്ര കോൺവെക്സ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്? 2 കോൺവെക്സ് ലെൻസുകൾ. ഒരു സംയുക്ത മൈക്രോസ്കോപ്പിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് സാധാരണയായി 2 കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിക്കുന്നു. ഒന്ന് വസ്തുവിനടുത്തുള്ള ഒബ്ജക്റ്റീവ് ലെൻസും മറ്റൊന്ന് കണ്ണടുത്ത് വെക്കുന്ന ഐപീസ് ലെൻസുമാണ്. ഈ 2 ലെൻസുകളുടെയും സംയോജിത പ്രവർത്തനം ലളിതമായ മൈക്രോസ്കോപ്പിനേക്കാൾ കൂടുതൽ വലുതാക്കാനുള്ള കഴിവ് നൽകുന്നു. ഒരു സംയുക്ത മൈക്രോസ്കോപ്പിലെ പ്രധാനപ്പെട്ട 2 ലെൻസുകൾ ഏതെല്ലാമാണ്? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ദൂരം ഐപീസ് ലെൻസിന്റേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വസ്തുവിനടുത്തുള്ള ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നും കണ്ണടത്തുള്ള ലെൻസ് ഐപീസ് ലെൻസ് എന്നും അറിയപ്പെടുന്നു. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ദൂരം ഐപീസ് ലെൻസിന്റേതിനേക്കാൾ കുറവായിരിക്കും. സംയുക്ത മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസ് വസ്തുവിന്റെ ഒരു വലുതാക്കിയ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നു. ഈ പ്രതിബിംബത്തെ ഐപീസ് ലെൻസ് ഒരു മിഥ്യാബിംബമാക്കി വീണ്ടും വലുതാക്കുന്നു. ഉയർന്ന മാഗ്നിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ദൂരം ഐപീസ് ലെൻസിന്റേതിനേക്കാൾ കുറവായിരിക്കണം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ കാണുന്നതിന് പ്രകാശത്തിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നത് വളരെ ഉയർന്ന മാഗ്നിഫിക്കേഷൻ ശേഷിയുള്ള ഒരുതരം മൈക്രോസ്കോപ്പാണ്.
ഇത് പ്രകാശതരംഗങ്ങൾക്ക് പകരം ഇലക്ട്രോൺ ബീമുകൾ ഉപയോഗിച്ച് വസ്തുക്കളുടെ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇതിന് സാധാരണ മൈക്രോസ്കോപ്പുകളേക്കാൾ വളരെ ചെറിയ ഘടനകൾ പോലും വ്യക്തമായി കാണാൻ കഴിയും. ഇത് നാനോ ടെക്നോളജി, ബയോളജി തുടങ്ങിയ മേഖലകളിൽ നിർണായകമാണ്. ഒരു ലളിതമായ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിൽ സാധാരണയായി ഏതുതരം ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്? ഒരു സിലിണ്ട്രിക്കൽ പൈപ്പിന്റെ രണ്ട് തുറന്ന അറ്റങ്ങളിലും കോൺവെക്സ് ലെൻസുകൾ സ്ഥാപിക്കുന്നു. ഒരു ലളിതമായ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് പ്രകാശത്തെ വളച്ച് വസ്തുവിനെ വലുതാക്കുന്നതിന് ലെൻസുകളെയാണ് ആശ്രയിക്കുന്നത്. ഇതിൽ ഒരു വലിയ കോൺവെക്സ് ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ് ആയി ഉപയോഗിക്കുന്നു. ഇത് ദൂരെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശത്തെ ശേഖരിച്ച് ഒരു പ്രതിബിംബമുണ്ടാക്കുന്നു. ഈ പ്രതിബിംബത്തെ ഒരു ചെറിയ ഫോക്കൽ ദൂരമുള്ള കോൺവെക്സ് ഐപീസ് ലെൻസ് വലുതാക്കി കാണിക്കുന്നു. ഒരു ടെലിസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ദൂരം ഐപീസ് ലെൻസിന്റേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ടെലിസ്കോപ്പിലെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ദൂരം ഐപീസ് ലെൻസിന്റേതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ടെലിസ്കോപ്പുകളുടെ രൂപകൽപ്പന മൈക്രോസ്കോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ടെലിസ്കോപ്പിൽ ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമാക്കുന്നതിന് ഒബ്ജക്റ്റീവ് ലെൻസിന് കൂടുതൽ പ്രകാശം ശേഖരിക്കാൻ കഴിയണം. അതിനാൽ അതിന് വലിയ ഫോക്കൽ ദൂരമുണ്ട്. ഐപീസ് ലെൻസിന്റെ ഫോക്കൽ ദൂരം കുറവായിരിക്കും. ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തെ വലുതാക്കാൻ സഹായിക്കുന്നു. നോൺ എസ് യൂണിറ്റായ നിറ്റ് എന്ത് അളക്കാൻ ഉപയോഗിക്കുന്നു? നിറ്റ് എന്നത് പ്രകാശതീവ്രത യൂണിറ്റ് ഏരിയയിലുള്ള പ്രകാശത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ലൂമിനൻസിന്റെ യൂണിറ്റാണ്. നിറ്റ് എന്നത് കാണ്ടല പെർ സ്ക്വയർ മീറ്റർ (cd/m വർഗം) എന്നതിന് തുല്യമായ ലൂമിനൻസിന്റെ ഒരു യൂണിറ്റാണ്. ഡിസ്പ്ലേ സ്ക്രീനുകളുടെയും മറ്റു പ്രകാശ സ്രോതസ്സുകളുടെയും തെളിച്ചം സൂചിപ്പിക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഒരു സ്ഫെറോമീറ്റർ എന്ത് അളക്കാൻ ഉപയോഗിക്കുന്നു? ലെൻസുകൾ, വളഞ്ഞ കണ്ണാടികൾ തുടങ്ങിയ ഗോളാകൃതിയിലുള്ള വസ്തുക്കളുടെ വക്രയുടെ ആരം അളക്കാൻ സ്ഫെറോമീറ്റർ ഉപയോഗിക്കുന്നു. സ്ഫെറോമീറ്റർ ഒരു കൃത്യമായ അളവ് ഉപകരണമാണ്. നേർത്ത ഷീറ്റുകളുടെ കനം അളക്കുന്നതിനും ഒരു ഉപരിതലത്തിന്റെ വക്രയുടെ ആരം നിർണ്ണയിക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുന്നു. പ്രകാശത്തിന്റെ വേഗതയുടെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന മാധ്യമങ്ങളെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക: വായു, വെള്ളം, ഗ്ലാസ്, ഡയമണ്ട്. വായു കൂടുതൽ വെള്ളം കൂടുതൽ ഗ്ലാസ് കൂടുതൽ ഡയമണ്ട്. പ്രകാശത്തിന്റെ വേഗത മാധ്യമത്തിന്റെ ഒപ്റ്റിക്കൽ സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. സാന്ദ്രത കൂടുന്തോറും പ്രകാശത്തിന്റെ വേഗത കുറയും. അതിനാൽ പ്രകാശത്തിന് വായുവിൽ ഏറ്റവും വേഗതയും ഡയമണ്ടിൽ ഏറ്റവും കുറഞ്ഞ വേഗതയുമുണ്ട്. 1928-ൽ സി.വി. രാമൻ ദ്രാവകങ്ങളിലെ പ്രകാശവിസരണത്തെക്കുറിച്ച് നടത്തിയ പ്രധാന കണ്ടുപിടുത്തം എന്തായിരുന്നു? നിറമുള്ള പ്രകാശം ഒരു ദ്രാവകത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ദ്രാവകം വിസരണം ചെയ്യുന്ന പ്രകാശത്തിന്റെ ഒരു ഭാഗത്തിന് തരംഗദൈർഘ്യത്തിലും ദിശയിലും മാറ്റം സംഭവിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. രാമൻ പ്രഭാവം. രാമൻ പ്രഭാവം റമൻ എഫക്ട് തന്മാത്രാ ഘടന പഠിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന പ്രതിഭാസമാണ്. ഈ കണ്ടുപിടുത്തത്തിന് സി.വി. രാമന് 1930-ൽ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. സ്റ്റാറ്റിക് വൈദ്യുതിയിൽ വൈദ്യുത ചാർജുകൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ വിപരീത സ്വഭാവമുള്ള പ്ലസ് വേ വൈദ്യുത ചാർജുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നും അറിയപ്പെടുന്ന സ്റ്റാറ്റിക് വൈദ്യുതി വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെയുണ്ടാകുന്ന വൈദ്യുത ചാർജുകളുടെ അസന്തുലിതാവസ്ഥയാണ്. ഈ പ്രക്രിയയെ ട്രൈബോഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നു. സ്റ്റാറ്റിക് വൈദ്യുതിയിലെ പോസിറ്റീവ്, നെഗറ്റീവ് ചാർജുകൾക്ക് പേര് നൽകിയത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. 18-ാം നൂറ്റാണ്ടിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് വൈദ്യുതിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുകയും പോസിറ്റീവ്, നെഗറ്റീവ് ചാർജുകൾ എന്ന ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ വൈദ്യുതിയെക്കുറിച്ചുള്ള ധാരണയിൽ വിപ്ലവം സൃഷ്ടിച്ചു. സമാനമായ രണ്ട് വൈദ്യുത ചാർജുകൾ അടുത്തടുത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവ പരസ്പരം വികർഷിക്കുന്നു. സമാന ചാർജുകൾ, രണ്ട് പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ്, പരസ്പരം വികർഷിക്കുകയും വിപരീത ചാർജുകൾ, പോസിറ്റീവും നെഗറ്റീവും, പരസ്പരം ആകർഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് വൈദ്യുത ചാർജുകളുടെ അടിസ്ഥാന നിയമം. വിപരീത ചാർജുള്ള രണ്ട് വസ്തുക്കൾ അടുത്തടുത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവ പരസ്പരം ആകർഷിക്കുന്നു. വൈദ്യുത ചാർജുകൾക്ക് ആകർഷണവും വികർഷണവുമുണ്ട്. ഈ ആകർഷണ വികർഷണ നിയമമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ അടിസ്ഥാനം.
സ്റ്റാറ്റിക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രധാനമായും കാരണമായ സബറ്റോമിക് കണങ്ങൾ ഏതാണ്? ഇലക്ട്രോണുകൾ, നെഗറ്റീവ് ചാർജുള്ള ആറ്റോമിക കണങ്ങൾ. ഇലക്ട്രോണുകളാണ് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ കൈമാറ്റം മൂലമുണ്ടാകുന്ന ഇലക്ട്രോണുകളുടെ അസന്തുലിതാവസ്ഥയാണ് സ്റ്റാറ്റിക് വൈദ്യുതിക്ക് കാരണമാകുന്നത്. ഒരു സാധാരണ ആറ്റത്തിന്റെ വൈദ്യുതനില എന്താണ്? ഒരു ആറ്റം പോസിറ്റീവ്, നെഗറ്റീവ് ചാർജുകളുടെ അളവ് തുല്യമായ ഒരു നിഷ്പക്ഷ കണികയാണ്. ഒരു ആറ്റത്തിൽ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുമുണ്ട്. സാധാരണയായി ഒരു ആറ്റത്തിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ അതിന് മൊത്തത്തിൽ വൈദ്യുത ചാർജ് ഉണ്ടാകില്ല. സ്റ്റാറ്റിക് വൈദ്യുതിയുടെ പശ്ചാത്തലത്തിൽ വസ്തുക്കൾ ഒരുമിച്ചുരസുമ്പോൾ അവ എങ്ങനെയാണ് പോസിറ്റീവായും നെഗറ്റീവായും ചാർജ് ചെയ്യപ്പെടുന്നത്? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന വസ്തു പോസിറ്റീവ് ചാർജുള്ളതാകുന്നു, അധിക ഇലക്ട്രോണുകൾ ലഭിക്കുന്ന വസ്തു നെഗറ്റീവ് ചാർജുള്ളതാകുന്നു. വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ ഇലക്ട്രോണുകളുടെ കൈമാറ്റം സംഭവിക്കുന്നു. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന വസ്തുവിന് പ്രോട്ടോണുകളേക്കാൾ കുറവ് ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട് അത് പോസിറ്റീവ് ചാർജ് നേടുന്നു. അതേസമയം ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന വസ്തുവിന് അധിക ഇലക്ട്രോണുകൾ ലഭിക്കുന്നതിനാൽ അത് നെഗറ്റീവ് ചാർജ് നേടുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? അമർത്യ സെൻ, 1998. പ്രൊഫസർ അമർത്യ സെൻ 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലും സാമൂഹിക തിരഞ്ഞെടുപ്പ് സിദ്ധാന്തത്തിലുമുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് ഈ പുരസ്കാരം ലഭിച്ചു. ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ശ്യാമപ്രസാദ് മുഖർജി, 1950 ഏപ്രിൽ 6. ശ്യാമപ്രസാദ് മുഖർജി 1950 ഏപ്രിൽ 6 നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ വ്യക്തിയാണ്. പാകിസ്ഥാനുമായുള്ള ലിയാഖത്ത് നെഹ്റു ഉടമ്പടിയിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി പ്രവർത്തിച്ച ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് എം. ഹിദായത്തുള്ള. ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള ഇന്ത്യയുടെ 11ാമത്തെ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചു. 1969 അന്നത്തെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം താൽക്കാലിക രാഷ്ട്രപതിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു? ആർ. കെ. ഷൺമുഖം ചെട്ടി. ആർ. കെ. ഷൺമുഖം ചെട്ടി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. 1947 നവംബർ 26 അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. മുഴുവൻ കാലാവധി പൂർത്തിയാക്കാതെ രാജിവെച്ച ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. മൊറാർജി ദേശായി 1977 മുതൽ 1979 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. കാലാവധി പൂർത്തിയാക്കാതെ രാജിവെച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ജനതാ പാർട്ടിയുടെ ആഭ്യന്തര കലഹങ്ങളാണ് അദ്ദേഹത്തിന്റെ രാജിക്ക് വഴിവെച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ബൽദേവ് സിംഗ്. സർദാർ ബൽദേവ് സിംഗ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു. 1947 ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം, ഇന്ത്യൻ സൈന്യത്തിന്റെ പുനഃസംഘടന തുടങ്ങിയ നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രതിരോധ വകുപ്പിനെ നയിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഭീംറാവു റാംജി അംബേദ്കർ. ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികളിൽ പ്രധാനിയായ അദ്ദേഹം ഭരണഘടനയുടെ കരട് രൂപീകരണ സമിതിയുടെ അധ്യക്ഷനായും പ്രവർത്തിച്ചു. ഓഫീസിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? സിസ്റ്റർ എൻ. അണ്ണാദുരൈ. സിസ്റ്റർ എൻ. അണ്ണാദുരൈ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരിക്കെ 1969 അന്തരിച്ചു. ഇദ്ദേഹം ദ്രാവിഡ മുന്നേറ്റ കഴകം DMK പാർട്ടിയുടെ സ്ഥാപകനും പ്രധാന നേതാവുമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഔദ്യോഗിക പദവിയിലിരിക്കെ മരിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കാബിനറ്റ് മന്ത്രി ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു.
ഗാന്ധിയൻ തത്വങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഇവർ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. രാജ്യത്തിന്റെ ആരോഗ്യമേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? സരോജിനി നായിഡു. സരോജിനി നായിഡു ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്ന ഇവർ പ്രമുഖ കവയിത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലും ഇവർ അംഗമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി 1966 മുതൽ 1977 വരെയും പിന്നീട് 1980 മുതൽ 1984 സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ വികസനത്തിലും ആഗോള രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്തിയ ഭരണാധികാരിയായിരുന്നു അവർ. ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നും അവർ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് എം. ഫാത്തിമ ബീവി. ജസ്റ്റിസ് എം. ഫാത്തിമ ബീവി 1989 സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായി. ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ വനിതയും ഒരു മുസ്ലിം വനിതയുമാണ് അവർ. തമിഴ്നാടിന്റെ ഗവർണറായും അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ അംബാസഡർ ആരായിരുന്നു? സിസ്റ്റർ ബി. മുത്തമ്മ. സിസ്റ്റർ ബി. മുത്തമ്മ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ അംബാസഡറായി 1970 ഹംഗറിയിൽ നിയമിതയായി. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ പ്രവേശിച്ച ആദ്യത്തെ വനിതയും കൂടിയാണ് ഇവർ. ലിംഗവിവേചനത്തിനെതിരെ നിയമപോരാട്ടം നടത്തി ശ്രദ്ധേയയായ വ്യക്തിത്വമായിരുന്നു മുത്തമ്മ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇന്ത്യയിൽ നിന്ന് ആരായിരുന്നു? വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് 1953 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയായിരുന്നു അവർ. ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയായിരുന്ന അവർ പ്രമുഖ നയതന്ത്രജ്ഞയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? സുജേത കൃപലാനി. സുജേത കൃപലാനി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി 1963 ചുമതലയേറ്റു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയായിരുന്നു അവർ. സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയൻ ആദർശങ്ങളിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിത്വവുമായിരുന്നു സുജേത കൃപലാനി. ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീര കുമാർ. മീര കുമാർ 2009 ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഈ ഉന്നത പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയായിരുന്നു അവർ. ഒരു മുൻ നയതന്ത്രജ്ഞയും 5 തവണ MP-യുമായ അവർ നിയമത്തിലും സാഹിത്യത്തിലും ബിരുദധാരിയാണ്. ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? ആരതി സാഹ. ആരതി സാഹ 1959 ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായി ചരിത്രം കുറിച്ചു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയും അവരായിരുന്നു. ഇന്ത്യൻ നീന്തൽ താരമായ ഇവർക്ക് 1960 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. ആദ്യത്തെ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു? കൽപ്പന ചൗള. കൽപ്പന ചൗള ഒരു ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും എഞ്ചിനീയറുമായിരുന്നു. 1997 അവർ ബഹിരാകാശത്തു പോയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിതയായി. 2003 കൊളംബിയ ബഹിരാകാശ പേടക ദുരന്തത്തിൽ അവർ മരണപ്പെട്ടു. അക്കാദമി അവാർഡ്, ഓസ്കാർ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? ഭാനു അദയ. പ്രശസ്ത വസ്ത്രാലങ്കാരകയായ ഭാനു അദയ 1982 റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന ചിത്രത്തിലെ മികച്ച വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ പുരസ്കാരം നേടി. ഒരു അക്കാദമി അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ബഹുമതിയും അവർക്കുണ്ട്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നാൽ എന്താണ്? ഏറ്റവും പുറമെയുള്ള ഇലക്ട്രോൺ, അവസാനത്തെ ഇലക്ട്രോൺ, എസ് ഓർബിറ്റലിലേക്ക് പ്രവേശിക്കുന്ന മൂലകങ്ങളാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹങ്ങൾ ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് കുറഞ്ഞ അയോണീകരണ ഊർജ്ജവും ഉയർന്ന ഇലക്ട്രോപോസിറ്റിവിറ്റിയും ഉണ്ട്, കൂടാതെ ഉയർന്ന ക്രിയാശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു.
ആൽക്കലി ലോഹങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്രമായി കാണപ്പെടാത്തത് എന്തുകൊണ്ട്? അവയ്ക്ക് ഉയർന്ന ക്രിയാശക്തിയുള്ളതുകൊണ്ട്. ആൽക്കലി ലോഹങ്ങൾക്ക് വളരെ കുറഞ്ഞ അയോണീകരണ ഊർജ്ജമുള്ളതിനാൽ അവയ്ക്ക് ഒരു ഇലക്ട്രോൺ എളുപ്പത്തിൽ നഷ്ടപ്പെടാൻ സാധിക്കുന്നു. ഇത് അവയെ മറ്റു മൂലകങ്ങളുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. തന്മൂലം പ്രകൃതിയിൽ സംയുക്ത രൂപത്തിൽ മാത്രമേ ഇവയെ കാണാൻ സാധിക്കുകയുള്ളൂ. ഏത് ആൽക്കലി ലോഹമാണ് ശക്തമായ ഒരു റിഡ്യൂസിംഗ് ഏജന്റായി അറിയപ്പെടുന്നത്? ലിഥിയം. ലിഥിയത്തിന് വളരെ ഉയർന്ന റിഡ്യൂസിംഗ് ശേഷിയുണ്ട്. ഇത് ജലീയ ലായനികളിൽ കാണപ്പെടുന്ന ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും ശക്തമായ റിഡ്യൂസിംഗ് ഏജന്റാണ്. ഇതിന്റെ ചെറിയ വലുപ്പവും ഉയർന്ന ഹൈഡ്രേഷൻ ഊർജ്ജവും ഈ സ്വഭാവത്തിന് കാരണമാകുന്നു. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളിൽ ലിഥിയം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. സോഡിയം കാർബണേറ്റിന്റെയും നാക്കോ അതിന്റെ ഹൈഡ്രേറ്റുകളുടെയും സാധാരണ പേരുകൾ എന്തൊക്കെയാണ്? സോഡ ആഷ് അല്ലെങ്കിൽ വാഷിംഗ് സോഡ. സോഡിയം കാർബണേറ്റ്, നാക്കോ, ഗ്ലാസ്, സോപ്പ്, ഡിറ്റർജന്റ് എന്നിവയുടെ നിർമ്മാണത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന രാസവസ്തുവാണ്. ഇതിന്റെ ഡെക്കാഹൈഡ്രേറ്റ് രൂപമാണ് സാധാരണയായി വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. ഇത് വസ്ത്രങ്ങൾ കഴുകാനും ജലത്തിന്റെ കാഠിന്യം നീക്കം ചെയ്യാനും ഉപയോഗിക്കുന്നു. ആൽക്കലി ലോഹങ്ങളുടെ അയോണീകരണ എൻതാൽപ്പി മറ്റ് ലോഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇത് കുറവാണ്. ആൽക്കലി ലോഹങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ളതിനാൽ അത് എളുപ്പത്തിൽ നഷ്ടപ്പെട്ട് സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുന്നു. ഇത് അവയുടെ അയോണീകരണ എൻതാൽപ്പി കുറയാൻ കാരണമാകുന്നു. തന്മൂലം അവയ്ക്ക് ഉയർന്ന രാസപ്രവർത്തന ശേഷിയുമുണ്ട്. ആൽക്കലി ലോഹങ്ങൾക്ക് കുറഞ്ഞ ദ്രവണാങ്കവും തിളനിലയും ഉണ്ടാകാൻ കാരണമെന്ത്? ദുർബലമായ ലോഹബന്ധനങ്ങൾ, മെറ്റാലിക് ബോണ്ട്സ് ഉള്ളതുകൊണ്ട്. ആൽക്കലി ലോഹങ്ങളിൽ ഓരോ ആറ്റത്തിനും ഒരു ഇലക്ട്രോൺ മാത്രമേ ലോഹബന്ധനത്തിൽ പങ്കെടുക്കാനുള്ളൂ. ഇത് അവയ്ക്കിടയിൽ ദുർബലമായ ലോഹബന്ധനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ദുർബലമായ ബന്ധനങ്ങൾ തകർക്കാൻ കുറഞ്ഞ ഊർജ്ജം മതിയായതിനാൽ അവയ്ക്ക് കുറഞ്ഞ ദ്രവണാങ്കവും തിളനിലയും ഉണ്ടാകുന്നു. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ മൂലകം ഏതാണ്? റേഡിയം. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പ് 2 വരുന്ന ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറ്റത്തുള്ള മൂലകമാണ് റേഡിയം. ഇത് ഒരു റേഡിയോ ആക്റ്റീവ് മൂലകമാണ്, കൂടാതെ വളരെ ഉയർന്ന അറ്റോമിക് മാസും സാന്ദ്രതയുമുണ്ട്. അതിന്റെ റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാരണം വിവിധ ശാസ്ത്രീയ പ്രയോഗങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നു. മദ്യനിർമ്മാണത്തിൽ ഒരു ഉപോൽപ്പന്നമായി ലഭിക്കുന്നതും ക്രീം ഓഫ് ടാർട്ടാർ എന്നും അറിയപ്പെടുന്നതുമായ രാസസംയുക്തം ഏതാണ്? പൊട്ടാസ്യം ബൈഡാട്രേറ്റ്. പൊട്ടാസ്യം ബൈഡാട്രേറ്റ് ടാർട്ടാറിക് ആസിഡിന്റെ പൊട്ടാസ്യം ഹൈഡ്രജൻ ഉപ്പാണ്. ഇത് പ്രധാനമായും പാചകത്തിൽ പുളിപ്പിക്കുന്ന പദാർത്ഥമായി ലെവനിംഗ് ഏജന്റ് ഉപയോഗിക്കുന്നു. വൈൻ നിർമ്മാണ പ്രക്രിയയിൽ ഇത് വീപ്പകളുടെ അടിയിൽ അടിഞ്ഞുകൂടാറുണ്ട്. ഗൈറോസ്കോപ്പുകൾ, സ്പ്രിങ്ങുകൾ, തീപ്പൊരി ഉണ്ടാക്കാത്ത ഉപകരണങ്ങൾ എന്നിവ പോലുള്ള പ്രയോഗങ്ങൾക്ക് ചെമ്പ് അല്ലെങ്കിൽ നിക്കൽ എന്നിവയുമായി ചേർത്ത് ഉപയോഗിക്കുന്ന വെള്ളി വെളുത്ത ലോഹം ഏതാണ്? ബെറിലിയം. ബെറിലിയം ഭാരം കുറഞ്ഞതും എന്നാൽ ദൃഢതയുള്ളതുമായ ഒരു ലോഹമാണ്. ഇതിന് ഉയർന്ന ദൃഢതയും താപ പ്രതിരോധശേഷിയുമുണ്ട്. ചെമ്പ് അല്ലെങ്കിൽ നിക്കൽ പോലുള്ള ലോഹങ്ങളുമായി ചേർത്ത് ബെറിലിയം അലോയ്കൾക്ക് മികച്ച യന്ത്രസാമഗ്രി ഗുണങ്ങളും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, തുരുമ്പെടുപ്പിനെതിരെയുള്ള പ്രതിരോധശേഷിയുമുണ്ട്. സോസുകളിലും പാനീയങ്ങളിലും സ്വാഭാവിക നിറം നിലനിർത്തുന്നതിനും ബാക്ടീരിയകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഒരു ഭക്ഷ്യ സംരക്ഷകമായി ഫുഡ് പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്ന രാസസംയുക്തം ഏതാണ്? പൊട്ടാസ്യം മെറ്റാബിസൾഫൈറ്റ്. പൊട്ടാസ്യം മെറ്റാബിസൾഫൈറ്റ് ഒരു ആന്റിഓക്സിഡന്റായും അണുനാശിനിയായും പ്രവർത്തിക്കുന്ന ഒരു രാസസംയുക്തമാണ്. ഇത് വൈൻ, ബിയർ, ചില ഭക്ഷണപാനീയങ്ങൾ എന്നിവയിൽ ബാക്ടീരിയകളുടെ വളർച്ച തടയാനും അവയുടെ നിറം നിലനിർത്താനും വ്യാപകമായി ഉപയോഗിക്കുന്നു. രക്തത്തിലെ പൊട്ടാസ്യം കുറഞ്ഞ അളവ് ചികിത്സിക്കുന്നതിനോ തടയുന്നതിനോ ധാതു സപ്ലിമെന്റായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം ഉപ്പ് ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡ് KCl ശരീരത്തിലെ ഒരു പ്രധാന ഇലക്ട്രോലൈറ്റാണ്. പേശികളുടെ പ്രവർത്തനം, നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം, ഹൃദയമിടിപ്പ് എന്നിവയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. ഹൈപ്പോവലേമിയ, രക്തത്തിലെ പൊട്ടാസ്യം കുറഞ്ഞ അവസ്ഥ ചികിത്സിക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ബോറോണിന്റെ ഒരു പ്രധാന രാസഗുണം എന്താണ്? ഇതൊരു ശക്തമായ റിഡ്യൂസിംഗ് ഏജന്റാണ്. ബോറോൺ ഒരു അർദ്ധലോഹമാണ്, മെറ്റലോയിഡ്. ഇതിന് ഇലക്ട്രോണുകളെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയും.
ഇത് പല രാസപ്രവർത്തനങ്ങളിലും ഓക്സീകരണ പ്രക്രിയകളെ തടയാൻ സഹായിക്കുന്ന ഒരു ശക്തമായ റിഡ്യൂസിംഗ് ഏജന്റായി പ്രവർത്തിക്കുന്നു. ആണവ സാങ്കേതികവിദ്യയിൽ ബോറോണിന്റെ ഒരു പ്രധാന ഉപയോഗം എന്താണ്? ഇത് ആണവ റിയാക്ടറുകളിൽ ന്യൂട്രോൺ ആഗിരണം ചെയ്യുന്ന പദാർത്ഥമായി ഉപയോഗിക്കുന്നു. ബോറോണിന് ന്യൂട്രോണുകളെ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ആണവ റിയാക്ടറുകളിൽ ശൃംഖലാപ്രവർത്തനം നിയന്ത്രിക്കുന്നതിനും അധിക ന്യൂട്രോണുകളെ ആഗിരണം ചെയ്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ബോറോൺ നിയന്ത്രണ ദണ്ഡുകളായി കൺട്രോൾ റോഡ്സ് ഉപയോഗിക്കുന്നു. കറുത്തതോ രത്നഗുണമില്ലാത്തതോ ആയ വജ്രങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? അവയുടെ പ്രധാന ഉപയോഗം എന്താണ്? ബോർട്ട്, ബോആറ്റ്, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നു. ബോർട്ട് എന്നത് ഗുണമേന്മ കുറഞ്ഞതും വ്യവസായ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നതുമായ വജ്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയ്ക്ക് അസാധാരണമായ കാഠിന്യമുണ്ട്. ഈ ഗുണം കാരണം ഗ്ലാസ് മുറിക്കുന്നതിനും ഡ്രില്ലിംഗ്, പോളിഷിംഗ് തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. കാർബണുമായി ബന്ധപ്പെട്ട് ഫുള്ളഡീൻ എന്നാൽ എന്താണ്? ഇത് കാർബണിന്റെ മൂന്നാമത്തെ ക്രിസ്റ്റലിൻ രൂപമാണ്. ഫുള്ളഡീൻ, ഫുലറീൻ കാർബണിന്റെ ഒരു അലോറോപ്പാണ്. വജ്രം, ഗ്രാഫൈറ്റ് എന്നിവയാണ് കാർബണിന്റെ മറ്റ് രണ്ട് ക്രിസ്റ്റലിൻ രൂപങ്ങൾ. ബമിൻസ്റ്റർ ഫുള്ളഡീൻ C60 ആണ് ഏറ്റവും സാധാരണമായ ഫുള്ളഡീൻ. ഇത് ഒരു സോക്കർ ബോളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. ആൽഡിഹൈഡുകളോടും കീറ്റോണുകളോടും ഡിബോറേൻ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് HC ബ്രൗൺ എന്ത് കണ്ടെത്തി? ഡിബോറേൻ ആൽഡിഹൈഡുകളോടും കീറ്റോണുകളോടും പ്രവർത്തിച്ച് ഡയൽകോക്സിബോറേനുകൾ ഉത്പാദിപ്പിക്കുന്നുവെന്നും പിന്നീട് ഇവ ജലവുമായി പ്രവർത്തിച്ച് ആൽക്കഹോളുകൾ ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം കണ്ടെത്തി. ഹെർബർട്ട് സിസ്റ്റർ ബ്രൗൺ ഓർഗാനിക് സിന്തസിസിലെ ബോറോൺ ഹൈഡ്രൈഡുകളുടെ പ്രാധാന്യം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് 1979 നോബൽ സമ്മാനം നേടി. അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം ആൽഡിഹൈഡുകളെയും കീറ്റോണുകളെയും ആൽക്കഹോളുകളാക്കി മാറ്റുന്നതിനുള്ള ഒരു ലളിതവും കാര്യക്ഷമവുമായ മാർഗം നൽകി. ഇത് ഓർഗാനിക് രസതന്ത്രത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ഗ്രൂപ്പ് 16 മൂലകങ്ങളെ പൊതുവായി എന്തുപേരിൽ അറിയപ്പെടുന്നു? ചാൽക്കോജൻ അഥവാ അയിരുണ്ടാക്കുന്നവ. പീരിയോഡിക് ടേബിളിലെ 16 ഗ്രൂപ്പ് മൂലകങ്ങളെ ചാൽക്കോജനുകൾ എന്ന് വിളിക്കുന്നു. ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം എന്നിവ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഇവയിൽ പലതും അയിരുകളുടെ പ്രധാന ഘടകങ്ങളാണ്. മാഡം ക്യൂറിയും പിയറി ക്യൂറിയും പിച്ച്ബ്ലെൻഡിൽ നിന്ന് കണ്ടെത്തിയ റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? പൊളോണിയം. 1898 മാഡം ക്യൂറിയും പിയറി ക്യൂറിയും ചേർന്നാണ് പൊളോണിയം കണ്ടെത്തിയത്. സ്വന്തം രാജ്യമായ പോളണ്ടിന്റെ സ്മരണാർത്ഥമാണ് അവർ ഈ മൂലകത്തിന് പൊളോണിയം എന്ന് പേര് നൽകിയത്. അന്തരീക്ഷത്തിൽ ഓസോൺ എവിടെയാണ് കാണപ്പെടുന്നത്? അതിന്റെ പ്രധാന ധർമ്മം എന്താണ്? ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്നു. അവിടെ അത് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് UV വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു. പെറോക്സിമോണോസൾഫ്യൂറിക് ആസിഡിന്റെ H2SO5 സാധാരണ പേര് എന്താണ്? കെറോ ആസിഡ്. H2SO5 എന്ന രാസസൂത്രമുള്ള പെറോക്സിമോണോസൾഫ്യൂറിക് ആസിഡ് കെറോ ആസിഡ് എന്ന് സാധാരണയായി അറിയപ്പെടുന്നു. ഇതിന് ശക്തമായ ഓക്സിഡൈസിംഗ് ഗുണങ്ങളുണ്ട്. പെറോക്സിഡൈസൾഫ്യൂറിക് ആസിഡിന്റെ H2S2O8 സാധാരണ പേര് എന്താണ്? മാർഷൽ ആസിഡ്. H2S2O8 എന്ന രാസസൂത്രമുള്ള പെറോക്സിഡൈസൾഫ്യൂറിക് ആസിഡ് മാർഷൽ ആസിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു ശക്തമായ ഓക്സിഡൈസിംഗ് ഏജന്റായി പല രാസപ്രവർത്തനങ്ങളിലും ഉപയോഗിക്കുന്നു. ക്ലോറിന്റെ ചരിത്രപരമായ ഒരു പ്രയോഗം, പ്രത്യേകിച്ച് രാസയുദ്ധത്തിൽ എന്തായിരുന്നു? ഫോസ്ജീൻ, ക്ലോറോബിക്രിൻ, കണ്ണീർവാതകം, മസ്റ്റാർഡ് ഗ്യാസ് തുടങ്ങിയ വിഷവാതകങ്ങൾ നിർമ്മിക്കാൻ ക്ലോറിൻ ഉപയോഗിക്കുന്നു. ഇവ രാസയുദ്ധത്തിൽ പ്രയോഗിച്ചിരുന്നു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് രാസായുധങ്ങളായി ഉപയോഗിച്ച ഫോസ്ജീൻ, ക്ലോറോബിക്രിൻ, മസ്റ്റാർഡ് ഗ്യാസ് എന്നിവയുടെ നിർമ്മാണത്തിൽ ക്ലോറിൻ ഒരു പ്രധാന ഘടകമായിരുന്നു. ഈ വാതകങ്ങൾ മനുഷ്യരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഹൈഡ്രജൻ ഹാലൈഡുകളിൽ ഏറ്റവും ഉയർന്ന തിളനിലയുള്ളത് ഏതിനാണ്? ഹൈഡ്രജൻ ഹാലൈഡുകളുടെ തിളനിലയിലെ പൊതുവായ പ്രവണത എന്താണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ് HF ഏറ്റവും ഉയർന്ന തിളനിലയുള്ളത്.
പൊതുവായ പ്രവണത HF കൂടുതൽ ഹൈ കൂടുതൽ HBr കൂടുതൽ HCl എന്നതാണ്. ഹൈഡ്രജൻ ഹാലൈഡുകളിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് HF ഏറ്റവും ഉയർന്ന തിളനിലയുണ്ട്. HFൽ ശക്തമായ ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉള്ളതിനാലാണ് ഇത്. സാധാരണയായി ഹൈഡ്രജൻ ഹാലൈഡുകളുടെ തിളനില HF കൂടുതൽ ഹൈ കൂടുതൽ HBr കൂടുതൽ HCl എന്ന ക്രമത്തിലാണ്. രണ്ടോ അതിലധികമോ വ്യത്യസ്ത ഹാലോജനുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളെ എന്തു പറയുന്നു? അവയുടെ പൊതുവായ രാസസൂത്രം എന്താണ്? അവയെ ഇന്റർഹാലോജിൻ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. അവയുടെ പൊതുവായ രാസസൂത്രം XYN. ഇവിടെ N = 1, 3, 5 അല്ലെങ്കിൽ 7 ആണ്. വ്യത്യസ്ത ഹാലോജിൻ മൂലകങ്ങൾ തമ്മിൽ രാസബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെയാണ് ഇന്റർഹാലോജിൻ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. XYN എന്നതാണ് ഇവയുടെ പൊതുവായ രാസസൂത്രം. ഇവിടെ Y എന്നത് X നേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഹെമിസ് ദേശീയോദ്യാനം, ജമ്മു ആൻഡ് കാശ്മീർ. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംരക്ഷിത പ്രദേശമാണ്. ഹിമപ്പുലികൾക്ക് പേരുകേട്ട ഈ ദേശീയോദ്യാനം ഉയരം കൂടിയ പ്രദേശങ്ങളിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീർ വിഭജനത്തിനുശേഷം ഇത് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി കനാൽ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കനാൽ ശൃംഖലയാണ്. സത്ലജ്, ബിയാസ് നദികളിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് രാജസ്ഥാനിലെ വരണ്ട പ്രദേശങ്ങളിലേക്ക് ജലസേചനം എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പടിഞ്ഞാറൻ രാജസ്ഥാന്റെ കാർഷിക വികസനത്തിൽ ഈ കനാൽ വലിയ പങ്കുവഹിച്ചു. ലഡാക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഏതാണ്? ദ്രാസ്, ജമ്മു ആൻഡ് കാശ്മീർ. കാർഗിൽ ജില്ലയിലെ ദ്രാസ് താഴ്വര ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രങ്ങളിലൊന്നാണ്. ലഡാക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10,760 അടി ഉയരത്തിൽ സ്ഥിതിചെയ്യുന്നു. കടുത്ത മഞ്ഞുവീഴ്ചയും താപനില 0-ന് താഴെ 45 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ സമുദ്രനിരപ്പിന് താഴെയുള്ള ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്, കേരളം. കേരളത്തിലെ കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 2.2 മീറ്റർ വരെ താഴെയാണ്. പ്രധാനമായും നെൽകൃഷിക്ക് പേരുകേട്ട ഈ പ്രദേശം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പരിഗണിച്ചിട്ടുണ്ട്. അതുല്യമായ ഈ ഭൂപ്രദേശം ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? കേപ്പ് കോമറിൻ, കന്യാകുമാരി, തമിഴ്നാട്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന കേപ്പ് കോമറിൻ ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റമാണ്. ഇത് 3 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമായി അറിയപ്പെടുന്നു: ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം. സൂര്യോദയവും അസ്തമയവും ഒരേ സ്ഥലത്തുനിന്ന് കാണാൻ കഴിയുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ദ്വീപുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? ഇന്ദിര പോയിന്റ്, നിക്കോബാർ ദ്വീപുകൾ. നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിര പോയിന്റ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമാണ്. ഇത് പിഗ്മാലിയൻ പോയിന്റ് എന്നും അറിയപ്പെട്ടിരുന്നു. 2004-ലെ സുനാമിയിൽ ഈ പ്രദേശം ഭാഗികമായി വെള്ളത്തിനടിയിലായി. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നത് ഏതാണ്? ഇംപീരിയൽ ടവർ 1 ആൻഡ് 2, മുംബൈ. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ഇംപീരിയൽ ടവറുകൾ നിർമ്മിച്ച സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളായിരുന്നു. 256 മീറ്റർ ഉയരമുള്ള ഈ റെസിഡൻഷ്യൽ ടവറുകൾ നഗരത്തിന്റെ ആധുനിക വാസ്തുവിദ്യയുടെ പ്രതീകമാണ്. കാലക്രമേണ കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടതോടെ ഈ സ്ഥാനം മാറി. മൊത്തം നിർമ്മാണ വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഏതാണ്? കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ റിയാദിൽ സ്ഥിതി ചെയ്യുന്ന കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം മൊത്തം നിർമ്മാണ വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലുതാണ്. വലിയ 4 ടെർമിനലുകളും ഒരു രാജകീയ ടെർമിനലും ഇതിനുണ്ട്. ഗതാഗതത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു. യാത്രക്കാരുടെ തിരക്ക് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് അന്താരാഷ്ട്ര വിമാനത്താവളം, ജോർജിയ, USA.
ജോർജിയയിലെ അറ്റ്ലാന്റയിൽ സ്ഥിതി ചെയ്യുന്ന ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം തുടർച്ചയായി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി കണക്കാക്കപ്പെടുന്നു. ഡെൽറ്റ എയർലൈൻസിന്റെ പ്രധാന ഹബ്ബായ ഇത് വലിയൊരു ആഭ്യന്തര, അന്താരാഷ്ട്ര യാത്രാ ശൃംഖലയെ പിന്തുണയ്ക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം. നീലത്തിമിംഗലം ബാലനോപ്റ്റെറ മസ്ക്യൂലസ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഇതിന് 30 മീറ്ററിലധികം നീളവും 200 ടണ്ണിലധികം ഭാരവും ഉണ്ടാകാം. സമുദ്രത്തിലെ ഭക്ഷ്യശൃംഖലയിൽ ഇത് പ്രധാന പങ്കുവഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി ഏതാണ്? സഹാറ മരുഭൂമി, വടക്കേ ആഫ്രിക്ക. വടക്കേ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന സഹാറ മരുഭൂമി, ധ്രുവപ്രദേശങ്ങളിലെ മരുഭൂമികൾ ഒഴിച്ചു നിർത്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ്. ഏകദേശം 9.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ജിൻപിങ് ആ അണക്കെട്ട്, ചൈന. ചൈനയിലെ യാലോങ് നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ജിൻപിങ് ആ അണക്കെട്ട് 305 മീറ്റർ ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. ജലവൈദ്യുത ഉൽപ്പാദനമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കിന്റെ ഒരു സ്വയംഭരണ പ്രദേശമായ ഇത് ആർട്ടിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മഞ്ഞുമൂടിക്കിടക്കുന്നു. ഫ്ലോ സൈറ്റോമെട്രി എന്ന കോശ വിശകലന സാങ്കേതിക വിദ്യയുടെ ഉദ്ദേശ്യം എന്താണ്? ഫ്ലോ സൈറ്റോമെട്രി എന്നത് കോശങ്ങളെയോ കണികകളെയോ അതിവേഗം വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ്. ഇതിൽ കോശങ്ങളെ ഒരു ബഫർ ലായനിയിൽ നിർത്തി പലപ്പോഴും ഒന്നിലധികം ലേസറുകൾ ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്നു. ഫ്ലോ സൈറ്റോമെട്രി ഒരു ബയോടെക്നോളജി രീതിയാണ്. കോശങ്ങളുടെ എണ്ണം, വലിപ്പം, ഘടന, പ്രതലത്തിലെയും ഉള്ളിലെയും പ്രോട്ടീനുകൾ എന്നിവ അളക്കാൻ ഇത് സഹായിക്കുന്നു. രോഗനിർണയം, മയക്കുമരുന്ന് ഗവേഷണം, പ്രതിരോധശാസ്ത്ര പഠനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ ഈ സാങ്കേതികവിദ്യയ്ക്ക് പ്രാധാന്യമുണ്ട്. 1925-ൽ കോശസ്തരത്തിലെ ലിപിഡ് ഘടനയുമായി ബന്ധപ്പെട്ട് നിർണായകമായ കണ്ടെത്തൽ നടത്തിയത് ആരാണ്? 1925-ൽ ഇഗോർട്ടറും എഫ്. ഗ്രൻഡലും ചേർന്നാണ് കോശങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന ലിപിഡ് ഉപരിതലം 2 പാളികളാൽ നിർമ്മിതമാണെന്ന നിർണായകമായ കണ്ടെത്തൽ നടത്തിയത്. ഈ കണ്ടെത്തൽ കോശസ്തരത്തിന്റെ ഘടനയെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ ഒരു വഴിത്തിരിവായിരുന്നു. ഗോർട്ടറും ഗ്രൻഡലും ചുവന്ന രക്തകോശങ്ങളെ ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത്. അവരുടെ ലിപിഡ് ബൈലെയർ മാതൃക പിന്നീട് കോശസ്തര ഘടനയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്ക് അടിസ്ഥാനമായി മാറി. പെക്റ്റിൻ ഒരു സസ്യത്തിൽ പ്രധാനമായും എവിടെയാണ് കാണപ്പെടുന്നത്? ഏതു വികാസഘട്ടത്തിലാണ് ഇത് അടിഞ്ഞുകൂടുന്നത്? പെക്റ്റിൻ സസ്യത്തിന്റെ മധ്യപാളിയിലും മിഡിൽ ലെമല്, പ്രാഥമിക കോശഭിത്തികളിലും, പ്രൈമറി സെൽ വോൾസ്, ദ്വിതീയ കോശഭിത്തികളിലും, സെക്കൻഡറി വോൾസ് കാണപ്പെടുന്നു. ഇത് സസ്യത്തിന്റെ ആദ്യകാല വികാസത്തിലും കോശവളർച്ചയുടെ സമയത്തും അടിഞ്ഞുകൂടുന്നു. പെക്റ്റിൻ സസ്യകോശഭിത്തികളുടെ ഒരു പ്രധാന ഘടകമാണ്. ഇത് കോശങ്ങൾക്ക് ഘടനാപരമായ പിന്തുണയും വഴക്കവും നൽകുന്നു. കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും സസ്യഭാഗങ്ങളെ ദൃഢമാക്കുന്നതിനും പെക്റ്റിൻ സഹായിക്കുന്നു. പഴങ്ങളുടെ പാകമാവുന്നതിലും അവയുടെ ഘടനയിലും പെക്റ്റിന് വലിയ പങ്കുണ്ട്. ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചതിനെക്കുറിച്ചുള്ള ഏറ്റവും ആധുനികമായ അനുമാനം എന്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? രാസപരിണാമം, കെമിക്കൽ എവല്യൂഷൻ ആണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചതിനെക്കുറിച്ചുള്ള ഏറ്റവും ആധുനികമായ അനുമാനമായി കണക്കാക്കപ്പെടുന്നത്. രാസപരിണാമം എന്ന സിദ്ധാന്തമനുസരിച്ച് ലളിതമായ അകാർബണിക സംയുക്തങ്ങളിൽ നിന്ന് സങ്കീർണമായ കാർബണിക സംയുക്തങ്ങളിലൂടെയാണ് ആദ്യകാല ജീവൻ രൂപപ്പെട്ടത്. ഹോൾഡെയൻ, ഓപാരിൻ തുടങ്ങിയ ശാസ്ത്രജ്ഞരാണ് ഈ ആശയത്തിന് തുടക്കമിട്ടത്. ഇത് പ്രിബയോട്ടിക് ഭൂമിയുടെ സാഹചര്യങ്ങളിൽ നിന്നുള്ള ജീവന്റെ ഉത്ഭവത്തെ വിശദീകരിക്കുന്നു. ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഭൗതികവാദ സിദ്ധാന്തം മെറ്റീരിയലിസ്റ്റിക് തിയറി മുന്നോട്ടുവെച്ച റഷ്യൻ ജൈവ രസതന്ത്രജ്ഞൻ ആര്? അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? റഷ്യൻ ജൈവ രസതന്ത്രജ്ഞനായ എ ഐ ഓപാരൻ ആണ് ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഭൗതികവാദ സിദ്ധാന്തം മുന്നോട്ടുവെച്ചത്. ഒറിജിൻ ഓഫ് ലൈഫ്, ജീവന്റെ ഉത്ഭവം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. അലക്സാണ്ടർ ഇവാനോവിച്ച് ഓപാരിൻ, ജെ.ബി.എസ്. ഹോൾഡെയൻ എന്നിവർ ചേർന്നാണ് ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള രാസപരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത്.
ഈ സിദ്ധാന്തം ആദിമഭൂമിയിലെ സാഹചര്യങ്ങളിൽ രാസപ്രവർത്തനങ്ങളിലൂടെ ലളിതമായ ജൈവ സംയുക്തങ്ങളിൽ നിന്ന് ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കുന്നു. ഒറിജിൻ ഓഫ് ലൈഫ് എന്ന പുസ്തകം ഈ വിഷയത്തിൽ ഒരു അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. ജൈവ പരിണാമത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ജൈവ പരിണാമം എന്നാൽ മാറ്റങ്ങളോടുകൂടിയ പാരമ്പര്യം, ഡിസെന്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്നാണ് നിർവചിക്കപ്പെടുന്നത്. ഇതിൽ പ്രാഥമികവും ലളിതവുമായ സൂക്ഷ്മജീവികൾ തലമുറകളിലൂടെ സങ്കീർണവും കൂടുതൽ വികസിതവുമായ രൂപങ്ങളായി മാറുന്നു. ചാൾസ് ഡാർവിൻ മുന്നോട്ടുവെച്ച പരിണാമ സിദ്ധാന്തത്തിന്റെ കാതലാണ് മാറ്റങ്ങളോടുകൂടിയ പാരമ്പര്യം. ജീവികൾ തലമുറകളിലൂടെ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ഈ മാറ്റങ്ങൾ അനുകൂലമായവ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ പുതിയ സ്പീഷീസുകൾ രൂപപ്പെടുന്നു. ഇത് കാലക്രമേണയുള്ള ജീവിവർഗങ്ങളുടെ വൈവിധ്യത്തെയും സങ്കീർണതയെയും വിശദീകരിക്കുന്നു. ജൈവ പരിണാമത്തെ പിന്തുണയ്ക്കുന്ന ചില പ്രധാന തെളിവുകളുടെ വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ജൈവ പരിണാമത്തെ പിന്തുണയ്ക്കുന്ന പ്രധാന തെളിവുകളുടെ വിഭാഗങ്ങളിൽ ടാക്സോണമി, വർഗീകരണം, താരതമ്യ ഘടന, കമ്പാരിറ്റീവ് സ്ട്രക്ചർ, പൊതുവായ വംശപരമ്പര, കോമൺ ഡിസെന്റ്, താരതമ്യ ഭ്രൂണശാസ്ത്രം, കമ്പാരിറ്റീവ് എംബ്രിയോളജി, താരതമ്യ ശരീരശാസ്ത്രം, കമ്പാരിറ്റീവ് ഫിസിയോളജി, ജനിതകശാസ്ത്രം, ജെനറ്റിക്സ്, ഭൂമിശാസ്ത്രപരമായ വിതരണം, ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സാദൃശ്യം, അനാലജി, ബന്ധിപ്പിക്കുന്ന ജീവികൾ, കണക്റ്റിംഗ് ഓർഗനിസംസ്, ഫോസിലുകൾ, ഫോസിൽസ് എന്നിവ ഉൾപ്പെടുന്നു. പരിണാമം ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്ന് ഈ തെളിവുകൾ വ്യക്തമാക്കുന്നു. വ്യത്യസ്ത ജീവിവർഗങ്ങൾക്കിടയിലുള്ള ഘടനാപരമായ സമാനതകൾ, ഭ്രൂണ വികസനത്തിലെ സാദൃശ്യങ്ങൾ, ഡിഎൻഎയിലെ പൊതുവായ കോഡിംഗ്, ഫോസിലുകളുടെ സാന്നിധ്യം എന്നിവയെല്ലാം പരിണാമപരമായ ബന്ധങ്ങളെയും മാറ്റങ്ങളെയും സാധൂകരിക്കുന്നു. ഹോമോളോഗസ് അവയവങ്ങൾ നിർവചിക്കുകയും ഒരു ഉദാഹരണം നൽകുകയും ചെയ്യുക. ഹോമോളോഗസ് അവയവങ്ങൾ എന്നാൽ വ്യത്യസ്ത ജീവികളുടെ ശരീരത്തിൽ സമാനമായ അടിസ്ഥാന ഘടനയും ഭ്രൂണപരമായ ഉത്ഭവവും ഉള്ളതും എന്നാൽ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളാണ്. മനുഷ്യർ, വവ്വാലുകൾ, തിമിംഗലങ്ങൾ എന്നിവയുടെ മുൻകാലുകൾ ഇതിന് ഉദാഹരണമാണ്. ഇവയ്ക്ക് ഒരേ അസ്ഥികൂട ഘടനയാണുള്ളതെങ്കിലും യഥാക്രമം പിടിക്കുന്നതിനും പറക്കുന്നതിനും നീന്തുന്നതിനും അനുയോജ്യമായ മാറ്റങ്ങളുണ്ട്. ഹോമോളോഗസ് അവയവങ്ങൾ ഒരു പൊതു പൂർവികനിൽ നിന്നുള്ള പരിണാമപരമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവികൾക്ക് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി അവയവങ്ങൾക്ക് രൂപമാറ്റം വരുന്നു. ഇതിനെ ഡൈവർജന്റ് എവല്യൂഷൻ, വിവിധ പരിണാമം എന്ന് പറയുന്നു. ഇത് പരിണാമത്തെക്കുറിച്ചുള്ള ശക്തമായ തെളിവുകളിൽ ഒന്നാണ്. അനലോഗസ് അവയവങ്ങൾ നിർവചിക്കുകയും ഒരു ഉദാഹരണം നൽകുകയും ചെയ്യുക. അനലോഗസ് അവയവങ്ങൾ എന്നാൽ വ്യത്യസ്ത അടിസ്ഥാന ഘടനയും പരിണാമപരമായ ഉത്ഭവവും ഉള്ളതും എന്നാൽ സമാനമായ ധർമ്മങ്ങളോ പ്രവർത്തനങ്ങളോ നിർവഹിക്കുന്നതുമായ അവയവങ്ങളാണ്. ഉദാഹരണത്തിന്, ഷഡ്പദങ്ങളുടെയും പക്ഷികളുടെയും ചിറകുകൾ പറക്കുന്നതിന് ഉപയോഗിക്കുന്നു, അതുപോലെ തേളുകളുടെയും കടന്നലുകളുടെയും വിഷമുള്ള കൊമ്പുകളും. അനലോഗസ് അവയവങ്ങൾ വ്യത്യസ്ത ജീവിവർഗങ്ങൾ സമാനമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളോട് പ്രതികരിച്ച് സമാനമായ പ്രവർത്തനങ്ങൾക്കായി സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്ത ഘടനകളെ സൂചിപ്പിക്കുന്നു. ഇതിനെ കൺവർജന്റ് എവല്യൂഷൻ, സംയോജിത പരിണാമം എന്ന് പറയുന്നു. ഒരു പൊതുവായ പൂർവികനില്ലാതെ സമാനമായ ധർമ്മങ്ങൾ വികസിക്കുന്നതിനുള്ള തെളിവാണിത്. വെസ്റ്റിജിയൽ അവയവങ്ങൾ എന്നാൽ എന്താണ്? മനുഷ്യശരീരത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ നൽകുക. വെസ്റ്റിജിയൽ അവയവങ്ങൾ എന്നാൽ പരിണാമ പ്രക്രിയകളിലൂടെ പലപ്പോഴും പാരിസ്ഥിതിക സാഹചര്യങ്ങളിലെ മാറ്റങ്ങളോ ജീൻ മ്യൂട്ടേഷനുകളോ കാരണം അവയുടെ യഥാർത്ഥ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ട ശരീരഘടനകളാണ്. മനുഷ്യരിലെ വെസ്റ്റിജിയൽ അവയവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വെർമിഫോം അപ്പൻഡിക്സ്, കോക്സിക്സ്, വാൽ എല്ല്, കണ്ണിന്റെ പ്ലൈക്ക സെമിലൂണറിസ്, ചെവിക്കുടയിലെ പേശികൾ എന്നിവ. പരിണാമത്തിന്റെ തെളിവുകളിലൊന്നാണ് വെസ്റ്റിജിയൽ അവയവങ്ങൾ. ഒരു പ്രത്യേക ജീവിവർഗത്തിന് നിലവിൽ ഉപയോഗമില്ലാത്തതും എന്നാൽ അതിന്റെ പൂർവികർക്ക് പ്രവർത്തനക്ഷമമായിരുന്നതുമായ ഘടനകളാണിവ. ഇവ മുൻകാലങ്ങളിലെ പരിസ്ഥിതിയുമായുള്ള ജീവികളുടെ ബന്ധത്തെയും കാലക്രമേണയുള്ള മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. പാലിയന്റോളജി എന്നാൽ എന്താണ്? പാലിയന്റോളജി എന്നത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഫോസിലുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. പാറകളിലും ഭൂമിയുടെ ഉപരിതലത്തിലും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സൂക്ഷ്മജീവികളുടെ ഫോസിലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായ കാലഘട്ടങ്ങളിലെ ജീവിവർഗങ്ങളെക്കുറിച്ചും അവയുടെ പരിണാമത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ പാലിയന്റോളജി സഹായിക്കുന്നു. ഫോസിലുകളുടെ പഠനത്തിലൂടെ പ്രാചീനകാലത്തെ ജീവികളുടെ രൂപഘടന, ആവാസവ്യവസ്ഥ, പരിണാമ പ്രക്രിയകൾ എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നു. ജീവശാസ്ത്രത്തിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികൾ, കണക്റ്റിംഗ് ലിങ്ക്സ് അല്ലെങ്കിൽ ഇന്റർഗ്രേഡിംഗ് സ്പീഷീസുകൾ,
ഇന്റഗ്രേറ്റിംഗ് സ്പീഷീസ് എന്താണെന്ന് വിശദീകരിക്കുകയും ഉദാഹരണങ്ങൾ നൽകുകയും ചെയ്യുക. ബന്ധിപ്പിക്കുന്ന കണ്ണികൾ അല്ലെങ്കിൽ ഇന്റർഗ്രേഡിംഗ് സ്പീഷീസുകൾ എന്നാൽ രണ്ട് വ്യത്യസ്ത വർഗീകരണ ഗ്രൂപ്പുകളുടെ സ്വഭാവസവിശേഷതകൾ കാണിക്കുകയും പരിണാമപരമായ സംക്രമണങ്ങളെ ഇവല്യൂഷണറി ട്രാൻസിഷൻസ് വ്യക്തമാക്കുകയും ചെയ്യുന്ന ജീവികളോ ജീവിവർഗങ്ങളോ ആണ്. യൂഗ്ലീന സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കുമിടയിൽ, ആർക്കിയോപ്റ്റെറിക്സ് പക്ഷികൾക്കും ഉരഗങ്ങൾക്കുമിടയിൽ, പെരിപാഡസ് അനലിഡയ്ക്കും ആർത്രോപോഡയ്ക്കുമിടയിൽ എന്നിവ ഉദാഹരണങ്ങളാണ്. പരിണാമത്തിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം എങ്ങനെ സംഭവിച്ചു എന്ന് ബന്ധിപ്പിക്കുന്ന കണ്ണികൾ വ്യക്തമാക്കുന്നു. ഇവ ചില പൂർവിക ജീവിവർഗങ്ങൾ നിലവിൽ വരുന്നതിനു മുമ്പ് രണ്ട് വലിയ ജീവിവർഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന മധ്യവർഗത്തിന്റെ തെളിവായി വർത്തിക്കുന്നു. പരിണാമപരമായ പരമ്പരയിലെ നിർണായകമായ കണ്ടെത്തലുകളാണിവ. ജൈവ പരിണാമത്തെക്കുറിച്ചുള്ള ആദ്യത്തെ യുക്തിസഹമായ സിദ്ധാന്തമായ ലമാർക്കിസം മുന്നോട്ടുവെച്ചത് ആരാണ്? അതിന്റെ പ്രധാന തത്വം എന്താണ്? ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക്, ജോൺ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ആണ് ജൈവ പരിണാമത്തെക്കുറിച്ചുള്ള ആദ്യത്തെ യുക്തിസഹമായ സിദ്ധാന്തമായ ലമാർക്കിസം 1809 ഫിലോസഫി സുവോളജിക്ക് എന്ന തന്റെ പുസ്തകത്തിൽ മുന്നോട്ടുവെച്ചത്. ആർജിച്ച സ്വഭാവങ്ങളുടെ പാരമ്പര്യം, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നതായിരുന്നു അതിന്റെ പ്രധാന തത്വം. ഇത് അവയവങ്ങളുടെ ഉപയോഗവും ഉപയോഗരാഹിത്യവും എന്ന തത്വം എന്നും അറിയപ്പെടുന്നു. ലമാർക്കിന്റെ സിദ്ധാന്തമനുസരിച്ച് ഒരു ജീവി അതിന്റെ ജീവിതകാലത്ത് ചുറ്റുപാടുകളുമായി ഇടപെട്ട് നേടുന്ന സ്വഭാവങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഉദാഹരണത്തിന്, ജിറാഫിന്റെ കഴുത്ത് നീണ്ടത് തലമുറകളായി ഇലകൾ കഴിക്കാൻ കഴുത്ത് നീട്ടാൻ ശ്രമിച്ചതുകൊണ്ടാണെന്ന് ലമാർക്ക് വാദിച്ചു. ഈ സിദ്ധാന്തം പിന്നീട് ചാൾസ് ഡാർവിന്റെ പ്രകൃതിനിർധാരണ സിദ്ധാന്തത്തിന് വഴിമാറി. ഡാർവിനിസം മറ്റേത് പേരിലാണ് അറിയപ്പെടുന്നത്? ചാൾസ് ഡാർവിൻ അതിന്റെ വിശദമായ വിശദീകരണം ഏത് പുസ്തകത്തിലാണ് പ്രസിദ്ധീകരിച്ചത്? ഡാർവിനിസം പ്രകൃതിനിർധാരണ സിദ്ധാന്തം, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നും അറിയപ്പെടുന്നു. ചാൾസ് ഡാർവിൻ അതിന്റെ വിശദമായ വിശദീകരണം 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ഓഫ് സ്പീഷീസ് എന്ന തന്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു. ചാൾസ് ഡാർവിൻ മുന്നോട്ടുവെച്ച പരിണാമ സിദ്ധാന്തമാണ് ഡാർവിനിസം. പ്രകൃതിനിർധാരണമാണ് ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിനും പരിണാമത്തിനും കാരണമാകുന്നത് എന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ കാതൽ. 1859 പുറത്തിറങ്ങിയ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെയാണ് ഡാർവിൻ ഈ ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. നിയോ ഡാർവിനിസം എങ്ങനെയാണ് രൂപപ്പെട്ടത്? അത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? പരിണാമശാസ്ത്രജ്ഞരുടെ പഠനങ്ങളിലൂടെ ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തങ്ങളോടൊപ്പം മെൻഡലിന്റെ ജനിതക തത്വങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നിയോ ഡാർവിനിസം രൂപപ്പെട്ടത്. ചാൾസ് ഡാർവിന്റെ പ്രകൃതിനിർധാരണ സിദ്ധാന്തത്തെ ഗ്രിഗർ മെൻഡലിന്റെ ജനിതകശാസ്ത്ര തത്വങ്ങളുമായി സംയോജിപ്പിച്ചാണ് നിയോ ഡാർവിനിസം വികസിച്ചത്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രൂപപ്പെട്ട ഈ സിദ്ധാന്തം ജീവിവർഗങ്ങളുടെ പരിണാമത്തെക്കുറിച്ചുള്ള ആധുനിക കാഴ്ചപ്പാടുകൾക്ക് അടിസ്ഥാനമിട്ടു. ജനിതക വ്യതിയാനങ്ങളും പ്രകൃതിനിർധാരണവും പരിണാമത്തിൽ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഇത് വിശദീകരിക്കുന്നു. മ്യൂട്ടേഷൻ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? പുതിയ ജീവിവർഗങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അതിന്റെ പ്രധാന ആശയം എന്താണ്? ഹ്യൂഗോ ദ വ്രീസ് ആണ് മ്യൂട്ടേഷൻ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. പുതിയ ജീവിവർഗങ്ങൾ ചെറിയ വ്യതിയാനങ്ങളുടെ ക്രമാനുഗതമായ ശേഖരണത്തിലൂടെയല്ല, മറിച്ച് പെട്ടെന്നുള്ളതും ആകസ്മികവും സ്ഥിരവുമായ മാറ്റങ്ങളിലൂടെയാണ് മ്യൂട്ടേഷനുകൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഡച്ച് സസ്യശാസ്ത്രജ്ഞനായ ഹ്യൂഗോ ഡി വ്രീസ് 1901 മുന്നോട്ടുവെച്ചതാണ് മ്യൂട്ടേഷൻ സിദ്ധാന്തം. പരിണാമ പ്രക്രിയയിൽ ജനിതക മ്യൂട്ടേഷനുകൾക്ക്, വ്യതിയാനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു. പുതിയ ജീവിവർഗങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ജനിതക മാറ്റങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നതെന്നും ഇത് ക്രമാനുഗതമായ മാറ്റങ്ങളെക്കാൾ വേഗത്തിൽ സംഭവിക്കാമെന്നും ഇത് സൂചിപ്പിക്കുന്നു. ആധുനിക സിന്തറ്റിക് പരിണാമ സിദ്ധാന്തം ഏത് പുസ്തകത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ആരുടെ പേരിലാണ് ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്? തിയോഡോസിയസ് ഡോബ്ഷാൻസ്കിയുടെ 1937 ജെനറ്റിക്സ് ആൻഡ് ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്, ജെനറ്റിക്സ് ആൻഡ് ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ആധുനിക സിന്തറ്റിക് പരിണാമ സിദ്ധാന്തം ഉത്ഭവിച്ചത്. ജൂലിയൻ ഹക്സ്ലി ആണ് 1942 ഇതിന് ഈ പേര് നൽകിയത്. ഡാർവിന്റെ പ്രകൃതിനിർധാരണ സിദ്ധാന്തം, മെൻഡലിയൻ ജനിതകശാസ്ത്രം, മ്യൂട്ടേഷൻ സിദ്ധാന്തം, ജനസംഖ്യാ ജനിതകശാസ്ത്രം എന്നിവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് രൂപപ്പെട്ട ആധുനിക പരിണാമ സിദ്ധാന്തമാണ് മോഡേൺ സിന്തറ്റിക് തിയറി.
തിയോഡോസിയസ് ഡോബ്ഷാൻസ്കി ഇതിന് ശക്തമായ അടിത്തറയിടുകയും ജൂലിയൻ ഹക്സ്ലി ഈ പേര് പ്രചാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഇത് പരിണാമത്തെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ കാഴ്ചപ്പാടാണ് നൽകുന്നത്. ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? അദ്ദേഹം നൽകിയ അടിസ്ഥാന സംഭാവന എന്താണ്? ഓസ്ട്രിയയിലെ ബ്രെന്നിൽ നിന്നുള്ള കത്തോലിക്ക പുരോഹിതനായ ഗ്രിഗർ ജോഹാൻ മെൻഡൽ, ഗ്രെഗോ യോഹാൻ മെൻഡൽ ആണ് ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. 1865-ൽ ആധുനിക പാരമ്പര്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ രൂപീകരിച്ചതിലൂടെയാണ് അദ്ദേഹം ഈ സംഭാവന നൽകിയത്. ഗ്രിഗർ മെൻഡൽ പയർ ചെടികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാന നിയമങ്ങൾ രൂപീകരിച്ചു. ജീവികളിൽ സ്വഭാവങ്ങൾ എങ്ങനെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വിശദീകരിച്ചു. ഈ കണ്ടെത്തലുകളാണ് ആധുനിക ജനിതകശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. ഗ്രിഗർ മെൻഡൽ തന്റെ ഹൈബ്രിഡൈസേഷൻ പരീക്ഷണങ്ങൾക്കായി ഏത് പ്രത്യേക സസ്യമാണ് തിരഞ്ഞെടുത്തത്? ഗ്രിഗർ മെൻഡൽ തന്റെ ഹൈബ്രിഡൈസേഷൻ പരീക്ഷണങ്ങൾക്കായി പിസം സാറ്റിവം, പെസം സറ്റൈവം എന്ന് ശാസ്ത്രീയമായി അറിയപ്പെടുന്ന പൂന്തോട്ട പയർ ഗാർഡൻ പീ തിരഞ്ഞെടുത്തു. പയർ ചെടികൾ തിരഞ്ഞെടുക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. അവയുടെ ആയുസ് കുറവായതുകൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ നിരവധി തലമുറകളെ പഠിക്കാൻ കഴിഞ്ഞു. കൂടാതെ എളുപ്പത്തിൽ സ്വയം പരാഗണവും പരപരാഗണവും സാധ്യമാകുന്ന സസ്യങ്ങളായിരുന്നു ഇവ. വ്യക്തമായ വിപരീത സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നതും മെൻഡലിന്റെ പരീക്ഷണങ്ങൾക്ക് സഹായകമായി. ഗ്രിഗർ മെൻഡൽ തന്റെ പരീക്ഷണങ്ങളിൽ പഠിച്ച പൂന്തോട്ട പയർ ചെടികളിലെ ചില വിപരീത സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ഗ്രിഗർ മെൻഡൽ പൂന്തോട്ട പയർ ചെടികളിലെ 7 വിപരീത സ്വഭാവങ്ങളാണ് പഠിച്ചത്. അവ പൂക്കളുടെ നിറം, വയലറ്റ് വേഴ്സസ് വെള്ള, പൂക്കളുടെ സ്ഥാനം, കക്ഷീയമായത് വേഴ്സസ് അഗ്രഭാഗത്തുള്ളത്, തണ്ടിന്റെ നീളം, ഉയരം കൂടിയത് വേഴ്സസ് കുള്ളൻ, പാകമാകാത്ത കായയുടെ നിറം, പച്ച വേഴ്സസ് മഞ്ഞ, കായയുടെ ആകൃതി, വീർത്തത് വേഴ്സസ് ചുരുങ്ങിയത്, വിത്തിന്റെ ആകൃതി, വൃത്താകൃതി വേഴ്സസ് ചുളുങ്ങിയത്, വിത്തിന്റെ ബീജപത്രത്തിന്റെ നിറം, മഞ്ഞ വേഴ്സസ് പച്ച എന്നിവയാണ്. മെൻഡൽ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത ഈ 7 ജോഡി വിപരീത സ്വഭാവങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ നിയമങ്ങൾ രൂപീകരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഓരോ സ്വഭാവവും ഒരു ജോഡി അല്ലീലുകൾ നിയന്ത്രിക്കുന്നുവെന്നും അവ വ്യത്യസ്ത തലമുറകളിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നും ഇത് വെളിപ്പെടുത്തി. ഇത് അദ്ദേഹത്തിന്റെ പാരമ്പര്യ നിയമങ്ങളുടെ രൂപീകരണത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു. മെൻഡൽ തന്റെ പാരമ്പര്യ നിയമങ്ങൾ രൂപീകരിക്കുന്നതിനായി പ്രധാനമായും ഏതുതരം ക്രോസുകളാണ് നടത്തിയത്? മെൻഡൽ തന്റെ പാരമ്പര്യ നിയമങ്ങൾ രൂപീകരിക്കുന്നതിനായി പ്രധാനമായും മോണോഹൈബ്രിഡ് ക്രോസുകളും, ഒരു ജോഡി വിപരീത സ്വഭാവങ്ങളുടെ പാരമ്പര്യം പഠിക്കുന്നത്, ഡൈഹൈബ്രിഡ് ക്രോസുകളും, 2 ജോഡി വിപരീത സ്വഭാവങ്ങളുടെ പാരമ്പര്യം പഠിക്കുന്നത് നടത്തി. മോണോഹൈബ്രിഡ് ക്രോസുകളിലൂടെയാണ് മെൻഡൽ വിഭജന നിയമം, ലോ ഓഫ് സെഗ്രിഗേഷൻ കണ്ടെത്തിയത്. ഡൈഹൈബ്രിഡ് ക്രോസുകൾ സ്വതന്ത്ര വിതരണ നിയമം, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് രൂപീകരിക്കുന്നതിന് സഹായിച്ചു. ഈ 2 തരത്തിലുള്ള ക്രോസുകളും ജനിതകശാസ്ത്രത്തിലെ അടിസ്ഥാന പാരമ്പര്യ രീതികളെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകി. ഇന്റർനെറ്റിന്റെ മുൻഗാമിയായ ആർപ്പാനെറ്റിന്റെ ARPANET വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ലിയോനാർഡ് ക്ലെയിൻഡോക്ക്, ലെനഡ് ക്ലൈൻറോക്ക്. ആർപ്പാനെറ്റ് അഡ്വാൻസ് റീസെർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക് ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപമാണ്. പാക്കറ്റ് സ്വിച്ചിംഗ് എന്ന സാങ്കേതികവിദ്യയുടെ വികസനത്തിൽ ലിയോനാർഡ് ക്ലെയിൻഡോക്കിന്റെ സംഭാവനകൾ നിർണായകമായിരുന്നു. ഇത് ആധുനിക കമ്പ്യൂട്ടർ ശൃംഖലകൾക്ക് അടിത്തറയിട്ടു. റേഡിയോ കണ്ടുപിടിച്ചതിലൂടെ വ്യാപകമായി അംഗീകരിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഗുഗ്ലിയെൽമോ മാർക്കോണി. 1890കളുടെ അവസാനത്തിൽ റേഡിയോ കണ്ടുപിടിച്ച് വയർലെസ് ടെലിഗ്രഫിക്ക് വഴിയൊരുക്കിയത് ഗുഗ്ലിയെൽമോ മാർക്കോണിയാണ്. അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നീല വിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിൽ അതിന്റെ പ്രാരംഭകനായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? മത്സ്യോൽപാദനം ഹിരാലാൽ ചൌധരി. നീല വിപ്ലവം ബ്ലൂ റെവല്യൂഷൻ ഇന്ത്യയിൽ മത്സ്യോൽപാദനവും ജലകൃഷിയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഹിരാലാൽ ചൌധരിയെ ഇന്ത്യയിലെ നീല വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. അദ്ദേഹം ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് മത്സ്യോൽപാദനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ഹരിത വിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഗോളതലത്തിലും ഇന്ത്യയിലും ഇതിന്റെ പ്രധാന ശില്പികൾ ആരാണ്? കൃഷി നോർമൻ ബോർലോഗ്, ആഗോളതലത്തിൽ MS സ്വാമിനാഥൻ, ഇന്ത്യയിൽ
ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ, ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങളും ആധുനിക കാർഷിക രീതികളും ഉപയോഗിച്ച് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചതിനെ സൂചിപ്പിക്കുന്നു. നോർമൻ ബോർലോഗിനെ ആഗോള ഹരിത വിപ്ലവത്തിന്റെ പിതാവായും എം.എസ്. സ്വാമിനാഥനെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായും കണക്കാക്കുന്നു. ധവള വിപ്ലവം പ്രധാനമായും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിൽ അതിന്റെ പ്രാരംഭകനായി അറിയപ്പെടുന്നത് ആരാണ്? പാൽ, ക്ഷീരകർഷണം, വർഗീസ് കുര്യൻ. ധവള വിപ്ലവം, വൈറ്റ് റെവല്യൂഷൻ അഥവാ ഓപ്പറേഷൻ ഫ്ലഡ്, ഇന്ത്യയുടെ ക്ഷീരമേഖലയിലെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു. വർഗീസ് കുര്യനെ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉത്പാദക രാജ്യമായി മാറി. ഇന്ത്യയിലെ വിവിധ വർണ്ണ വിപ്ലവങ്ങളെ അവയുമായി ബന്ധപ്പെട്ട മേഖലകളുമായി യോജിപ്പിക്കുക. കറുത്ത വിപ്ലവം, തവിട്ടു വിപ്ലവം, ചാര വിപ്ലവം, വെള്ളി വിപ്ലവം, പിങ്ക് വിപ്ലവം, സുവർണ വിപ്ലവം, സുവർണ നാരു വിപ്ലവം, ചുവപ്പ് വിപ്ലവം, മഞ്ഞ വിപ്ലവം, വെള്ളി നാരു വിപ്ലവം, വട്ട വിപ്ലവം. കറുത്ത വിപ്ലവം, പെട്രോളിയം, തവിട്ടു വിപ്ലവം, തുകൽ, കൊക്കോ, ചാര വിപ്ലവം, വളം, വെള്ളി വിപ്ലവം, മുട്ട, പിങ്ക് വിപ്ലവം, മരുന്നുകൾ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, സുവർണ വിപ്ലവം, ഹോർട്ടിക്കൾച്ചർ ആൻഡ് തേൻ, സുവർണ നാരു വിപ്ലവം, ചണം, ചുവപ്പ് വിപ്ലവം, മാംസം, തക്കാളി, മഞ്ഞ വിപ്ലവം, എണ്ണക്കുരുക്കൾ, വെള്ളി നാരു വിപ്ലവം, പരുത്തി, വട്ട വിപ്ലവം, ഉരുളക്കിഴങ്ങ്. ഇന്ത്യയിലെ വർണ്ണ വിപ്ലവങ്ങൾ കാർഷിക, വ്യവസായ മേഖലകളിൽ സമഗ്രമായ വളർച്ച കൈവരിക്കുന്നതിനായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികളെ സൂചിപ്പിക്കുന്നു. ഓരോ വിപ്ലവവും പ്രത്യേക ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനോ പ്രത്യേക മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനോ ഊന്നൽ നൽകുന്നു. ഇവയിൽ ഹരിത വിപ്ലവം, ധാന്യങ്ങൾ, ധവള വിപ്ലവം, പാൽ, നീല വിപ്ലവം, മത്സ്യം എന്നിവ പ്രധാനപ്പെട്ടവയാണ്. ആദ്യ ട്രാൻസ്കോണ്ടിനെന്റൽ റെയിൽറോഡ്, പസഫിക് റെയിൽറോഡ് നിർമ്മിച്ചത് എപ്പോഴാണ്? അതിന്റെ ഏകദേശ നീളം എത്രയായിരുന്നു? ഇത് 1863-നും 1869-നും ഇടയിൽ നിർമ്മിച്ചു. ഏകദേശം 3069 കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ നീളം. അമേരിക്കയുടെ ആദ്യ ട്രാൻസ്കോണ്ടിനെന്റൽ റെയിൽറോഡ് 1863 മുതൽ 1869 വരെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു. ഇത് കിഴക്കൻ, പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ബന്ധിപ്പിക്കുകയും രാജ്യത്തിന്റെ വ്യാവസായികവും സാമ്പത്തികവുമായ വികസനത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. പനാമ കനാൽ നിർമ്മിച്ചത് എപ്പോഴാണ്? അത് ഏതൊക്കെ പ്രധാന ജലാശയങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇത് 1914-ൽ നിർമ്മിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തെ കരീബിയൻ കടൽ വഴി പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു. പനാമ കനാൽ 1914-ൽ തുറന്നു പ്രവർത്തനമാരംഭിച്ച ഒരു തന്ത്രപ്രധാനമായ കപ്പൽപ്പാതയാണ്. ഇത് അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുകയും ആഗോള വ്യാപാരത്തിലും നാവിക സഞ്ചാരത്തിലും വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു. ഹൂവർ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ഏതുതരം അണക്കെട്ടാണ്? ഇത് യുഎസ്എയിലെ നെവാഡയുടെയും അരിസോണയുടെയും അതിർത്തിയിൽ കൊളറാഡോ നദിയിലെ ബ്ലാക്ക് കാന്യോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ആർക്ക് ഗ്രാവിറ്റി ഡാമാണ്. ഹൂവർ ഡാം അമേരിക്കൻ ഐക്യനാടുകളിലെ കൊളറാഡോ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കോൺക്രീറ്റ് ആർക്ക് ഗ്രാവിറ്റി അണക്കെട്ടാണ്. 1930കളിൽ നിർമ്മിച്ച ഇത് ജലസേചനം, വൈദ്യുതി ഉത്പാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. പലാവു എന്ന ദ്വീപ് രാജ്യം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പലാവു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പലാവു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ദ്വീപ് രാജ്യമാണ്. പ്രകൃതിരമണീയമായ കാഴ്ചകൾക്കും സമ്പന്നമായ സമുദ്രജീവി സമ്പത്തിനും ഇത് പ്രസിദ്ധമാണ്. ബെലീസ് ബാരിയർ റീഫ് എന്ന പ്രധാന പ്രകൃതിദത്ത രൂപീകരണം ഏത് രാജ്യത്തിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ബെലീസ് രാജ്യത്തിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബെലീസ് ബാരിയർ റീഫ് ബെലീസ് രാജ്യത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ പവിഴപ്പുറ്റാണ്. യുനെസ്കോ ലോക പൈതൃക സ്ഥലമായ ഇത് സമുദ്ര ജൈവവൈവിധ്യത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ പ്രധാന പ്രത്യേകത എന്താണ്? ഇത് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയാണിത്. ഗ്രേറ്റ് ബാരിയർ റീഫ് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയാണ്. അതിവിശാലമായ ജൈവവൈവിധ്യത്തിന് പേരുകേട്ട ഇത് കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം തുടങ്ങിയ ഭീഷണികൾ നേരിടുന്നുണ്ട്.
ആഴക്കടൽ ദ്വാരങ്ങൾ ഡീപ് സീ വെന്റ്സ് എന്താണ്? ഭൗമോപരിതലത്തിലെ വിള്ളലുകളാണ് ആഴക്കടൽ ദ്വാരങ്ങൾ. ഇതിലൂടെ ഭൂതാപത്താൽ ചൂടാക്കപ്പെട്ട വെള്ളം പുറത്തുവരുന്നു. ആഴക്കടൽ ദ്വാരങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ വിള്ളലുകളാണ്. ഈ ദ്വാരങ്ങളിലൂടെ ഭൂതാപത്താൽ ചൂടാക്കപ്പെട്ട ധാതുക്കളടങ്ങിയ വെള്ളം പുറത്തേക്ക് വരുന്നു. സൂര്യപ്രകാശം എത്താത്ത ഈ ആവാസവ്യവസ്ഥകളിൽ കീമോസിന്തസിസ് വഴി അതിജീവനശേഷിയുള്ള നിരവധി ജീവിവർഗങ്ങൾ കാണപ്പെടുന്നു. ഗാലപ്പഗോസ് ദ്വീപുകൾ ഏതുതരം ദ്വീപുകളാണ്? അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അവ അഗ്നിപർവ്വത ദ്വീപുകളുടെ ഒരു സമൂഹമാണ്. പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു. ഗാലപ്പഗോസ് ദ്വീപുകൾ പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വത ദ്വീപസമൂഹമാണ്. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത പഠനങ്ങൾക്ക് ഈ ദ്വീപുകൾ വലിയ പ്രചോദനമായിരുന്നു. അതുല്യമായ വന്യജീവികൾക്കും ജൈവവൈവിധ്യത്തിനും ഇത് ലോകപ്രസിദ്ധമാണ്. ബൈക്കൽ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഏതുതരം തടാകമാണ്? ഇത് റഷ്യയിലെ തെക്കൻ സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിഫ്റ്റ് തടാകമാണ്. ബൈക്കൽ തടാകം ലോകത്തിലെ ഏറ്റവും ആഴമേറിയതും ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഉൾക്കൊള്ളുന്നതുമായ തടാകമാണ്. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ ഇത് സൈബീരിയയിലെ അതുല്യമായ ജൈവവൈവിധ്യത്തിന് പേരുകേട്ടതാണ്. ഭൂമിശാസ്ത്രപരമായി ചെങ്കടൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഏതു വലിയ സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ്? ഇത് ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു കടൽ ഇൻലെറ്റ് ആണിത്. ചെങ്കടൽ ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ഇടയിലുള്ള ഒരു കടൽ ഇൻലെറ്റാണ്. ബാബ് അൽ മന്ദബ് കടലിടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രവുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ലോകത്തിലെ ഏറ്റവും ചൂടേറിയതും ഉപ്പുരസമുള്ളതുമായ കടലുകളിൽ ഒന്നാണിത്. പ്രകൃതിയുടെ പുതിയ 7 അത്ഭുതങ്ങളിലൊന്നായ ഇഗ്വാസു വെള്ളച്ചാട്ടം ഏത് 2 രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് അർജന്റീനയുടെയും ബ്രസീലിന്റെയും അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇഗ്വാസു വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ട വ്യൂഹങ്ങളിലൊന്നാണ്. ഈ വെള്ളച്ചാട്ടം അർജന്റീനയിലെയും ബ്രസീലിലെയും ദേശീയോദ്യാനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഇത് യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളാണ്. ജെജു ദ്വീപ് ഏത് പ്രധാന ഉപദ്വീപിന്റെ തീരത്തുള്ള ഏറ്റവും വലിയ ദ്വീപാണ്? ഇത് കൊറിയൻ ഉപദ്വീപിന്റെ തീരത്തുള്ള ഏറ്റവും വലിയ ദ്വീപാണ്. ജെജു ദ്വീപ് ദക്ഷിണ കൊറിയയുടെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വത ദ്വീപാണ്. യുനെസ്കോ ലോക പൈതൃക സൈറ്റായ ഇത് അതിന്റെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും അതുല്യമായ ഭൂമിശാസ്ത്രപരമായ രൂപങ്ങൾക്കും പേരുകേട്ടതാണ്. ഒരു നാളികേരത്തിന്റെ തൊണ്ട് പ്രധാനമായും ഏത് ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സ്ക്ലെറ്റൻകൈമ ടിഷ്യൂ. സസ്യങ്ങളിൽ ദൃഢതയും താങ്ങും നൽകുന്ന ഒരുതരം സ്ഥിരമായ ടിഷ്യൂ ആണ് സ്ക്ലെറ്റൻകൈമ. നാളികേരത്തിന്റെ തൊണ്ടിനും മറ്റ് കട്ടിയുള്ള സസ്യഭാഗങ്ങൾക്കും ഇത് ഘടനാപരമായ പിന്തുണ നൽകുന്നു. ഇതിലെ കോശങ്ങൾക്ക് കട്ടിയുള്ള ദ്വിതീയ കോശഭിത്തികളും മിക്കവാറും മരണപ്പെട്ട പ്രോട്ടോപ്ലാസ്റ്റും ഉണ്ടാകും. കോശങ്ങളിൽ വാക്യൂളുകളില്ലാത്തതോ വളരെ ചെറുതോ ആയ സസ്യ ടിഷ്യൂ ഏതാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. സസ്യങ്ങളുടെ വളരുന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സജീവമായി വിഭജിക്കുന്ന കോശങ്ങളാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഈ കോശങ്ങൾക്ക് ചെറിയ വാക്യൂളുകളും ഇടതൂർന്ന സൈറ്റോപ്ലാസവും വലിയ ന്യൂക്ലിയസും ഉണ്ടാകും. ഇവ സസ്യങ്ങളുടെ നീളം, കനം എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സസ്യങ്ങൾക്ക് ആവശ്യമായ ധാതുക്കളില്ലാത്ത മൂലകങ്ങൾ ഏതെല്ലാം? ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ സസ്യങ്ങൾക്ക് വളരെയധികം ആവശ്യമായ മൂലകങ്ങളാണ്. ഇവ സസ്യങ്ങളുടെ ശരീരഘടനയുടെ ഭൂരിഭാഗവും രൂപപ്പെടുത്തുകയും പ്രകാശസംശ്ലേഷണത്തിലൂടെ ആവശ്യമായ ജൈവ സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഈ മൂലകങ്ങൾ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കളല്ല, പകരം വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് സസ്യങ്ങൾ ഇവയെ പ്രധാനമായും വലിച്ചെടുക്കുന്നത്. നൈട്രോസോമോണാസ്, നൈട്രോബാക്ടർ തുടങ്ങിയ ജീവികളെ എന്തു പേരിലാണ് വിശേഷിപ്പിക്കുന്നത്? ഇവ അജൈവ പദാർത്ഥങ്ങളുടെ ജൈവ ഓക്സീകരണം വഴി ജൈവ ഭക്ഷണം ഉത്പാദിപ്പിക്കുന്നു. കീമോ ഓട്ടോട്രോഫുകൾ. കീമോ ഓട്ടോട്രോഫുകൾ ഊർജ്ജത്തിനായി രാസപ്രവർത്തനങ്ങളെ ആശ്രയിച്ച് അവശ്യ ജൈവ സംയുക്തങ്ങൾ നിർമ്മിക്കുന്ന ജീവികളാണ്. പ്രകാശോർജ്ജത്തിനു പകരം അജൈവ രാസവസ്തുക്കളുടെ ഓക്സീകരണം വഴിയാണ് ഇവ ഊർജ്ജം നേടുന്നത്. നൈട്രോസോമോണാസ്, നൈട്രോബാക്ടർ എന്നിവ നൈട്രിഫിക്കേഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രകാശോർജ്ജവും ക്ലോറോഫില്ലും ഉപയോഗിച്ച് ഫോട്ടോ ഓട്ടോട്രോഫുകൾ അജൈവ പദാർത്ഥങ്ങളിൽ നിന്ന് ജൈവ ഭക്ഷണം ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്?
പ്രകാശസംശ്ലേഷണം ഫോട്ടോസിന്തസിസ്. പ്രകാശസംശ്ലേഷണം സസ്യങ്ങളും ചില മറ്റ് ജീവികളും സൂര്യപ്രകാശത്തെ ഊർജ്ജമായി ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും പഞ്ചസാരയായി മാറ്റുന്ന പ്രക്രിയയാണ്. ഈ പ്രക്രിയയിലൂടെയാണ് ഭൂമിയിലെ മിക്ക ജീവികൾക്കും ആവശ്യമായ ഊർജ്ജവും ഓക്സിജനും ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഹരിതഗണങ്ങളിൽ കാണുന്ന ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്. ഡോഡർ, ഡോഡ അഥവാ അമർബെൽ, അമാബൽ എന്ന് സാധാരണയായി അറിയപ്പെടുന്നതും കൺവോൾവ്യുലേസിയ കുടുംബത്തിൽപ്പെട്ടതുമായ പരാത സസ്യം ഏതാണ്? കസ്കുട്ട. കസ്കുട്ട പൂർണ്ണമായും പരാത സ്വഭാവമുള്ള ഒരു സസ്യമാണ്. ഇതിന് ഇലകളോ ക്ലോറോഫിലോ ഇല്ല. ഇത് മറ്റ് സസ്യങ്ങളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ ഹോസ്റ്റോറിയ എന്ന പ്രത്യേക ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. കൃഷിയിൽ ഇത് ഒരു കളയായി കണക്കാക്കപ്പെടുന്നു. മൃതമായ ജൈവവസ്തുക്കളിൽ നിന്ന് പോഷണം നേടുന്ന ജീവികളെ, ഉദാഹരണത്തിന് പലതരം ഫംഗസുകൾ, എന്തു പേരിലാണ് വിശേഷിപ്പിക്കുന്നത്? സാപ്രോഫൈറ്റുകൾ, സപ്രഫൈറ്റ്സ്. സാപ്രോഫൈറ്റുകൾ ജീർണിച്ച ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് അവയിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്ന ജീവികളാണ്. ഇവ പരിസ്ഥിതിയിലെ പോഷകചക്രത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് സസ്യങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന രൂപത്തിലാക്കാൻ ഇവ സഹായിക്കുന്നു. പരസ്പരം സഹവർത്തിച്ച് രണ്ട് പങ്കാളികൾക്കും പ്രയോജനം ലഭിക്കുന്ന ഒരു സഹജീവന ബന്ധത്തിന് ഉത്തമ ഉദാഹരണമായ ജീവികൾ ഏതാണ്? ആൽഗകളും ഫംഗസുകളും ലൈക്കനുകളിൽ കാണുന്നതുപോലെ. ലൈക്കനുകൾ എന്നത് ആൽഗകളും ഫംഗസുകളും തമ്മിലുള്ള ഒരു സഹജീവന ബന്ധമാണ്. ഈ ബന്ധത്തിൽ ഫംഗസ് ആൽഗകൾക്ക് സംരക്ഷണവും ജലവും ധാതുക്കളും നൽകുമ്പോൾ ആൽഗകൾ പ്രകാശസംശ്ലേഷണത്തിലൂടെ ഫംഗസിന് ഭക്ഷണം ഉത്പാദിപ്പിക്കുന്നു. കഠിനമായ സാഹചര്യങ്ങളിൽ പോലും ലൈക്കനുകൾക്ക് വളരാൻ സാധിക്കുന്നത് ഈ ബന്ധം മൂലമാണ്. ഏതു വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് പ്രാണികളെ ഭക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ നൈട്രജൻ ആവശ്യകതകൾ നിറവേറ്റുന്നത്? ഷഡ്പദഭോജി സസ്യങ്ങൾ, ഇൻസെക്ടിവറസ് പ്ലാന്റ്സ്. ഷഡ്പദഭോജി സസ്യങ്ങൾ സാധാരണയായി നൈട്രജൻ കുറഞ്ഞ മണ്ണിൽ വളരുന്നു. ഈ കുറവ് പരിഹരിക്കുന്നതിനായി ഇവ പ്രാണികളെ കെണിയിലാക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്നു. വീനസ് ഫ്ലൈട്രാപ്പ്, പിക്ചർ പ്ലാന്റ് എന്നിവ ഷഡ്പദഭോജി സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആഗിരണം ചെയ്യപ്പെട്ട ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മിക്ക ശ്വാസോച്ഛ്വാസവും ഭക്ഷണത്തിന്റെ ഓക്സീകരണവും നടക്കുന്ന പ്രാഥമിക കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയെ കോശത്തിന്റെ പവർ ഹൌസ് എന്ന് വിളിക്കുന്നു. ഇവിടെയാണ് കോശശ്വസനം നടക്കുകയും കോശത്തിന് ആവശ്യമായ ഊർജ്ജം ATP രൂപത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ പ്രക്രിയയിൽ ഗ്ലൂക്കോസ് ഓക്സിജന്റെ സഹായത്തോടെ വിഘടിച്ച് ഊർജ്ജം പുറത്തുവിടുന്നു. റെസ്പിറേറ്ററി ക്വോഷ്യന്റ് RQ എന്നതിന്റെ നിർവചനം എന്താണ്? ഉപാപചയ പ്രവർത്തനങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഉപയോഗിക്കപ്പെടുന്ന ഓക്സിജന്റെയും അനുപാതം. റെസ്പിറേറ്ററി ക്വോഷ്യന്റ് RQ എന്നത് ഒരു ജീവിയുടെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ ശ്വസനത്തിലൂടെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും ഉള്ളിലെടുക്കുന്ന ഓക്സിജന്റെ അളവും തമ്മിലുള്ള അനുപാതമാണ്. കാർബോഹൈഡ്രേറ്റുകൾ, കൊഴുപ്പുകൾ, പ്രോട്ടീനുകൾ എന്നിവ പോലുള്ള വ്യത്യസ്ത പോഷകങ്ങൾ ഉപയോഗിക്കുമ്പോൾ RQന്റെ മൂല്യത്തിൽ വ്യത്യാസം വരുന്നു. ഇത് ഒരു വ്യക്തിയുടെ ഊർജ്ജ ഉപാപചയത്തെക്കുറിച്ച് സൂചന നൽകുന്നു. ഗോതമ്പിന്റെ ട്രിറ്റിക്കം ഈസ്റ്റവം ഡിപ്ലോയിഡ് ക്രോമസോം സംഖ്യ 2N എത്രയാണ്? 42. ട്രിറ്റിക്കം ഈസ്റ്റവം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന സാധാരണ ഗോതമ്പിൽ 42 ഡിപ്ലോയിഡ് ക്രോമസോമുകൾ 2N ഉണ്ട്. ഗോതമ്പ് ഒരു ഹെക്സാപ്ലോയിഡ് സസ്യമാണ്, അതായത് ഇതിന് 3 വ്യത്യസ്ത പൂർവിക സ്പീഷീസുകളിൽ നിന്നുള്ള 6 സെറ്റ് ക്രോമസോമുകളുണ്ട്. വിളകളുടെ ജനിതകശാസ്ത്രത്തിലും ബ്രീഡിംഗിലും ഈ ക്രോമസോം സംഖ്യ വളരെ പ്രധാനമാണ്. വേരുകൾ, തണ്ടുകൾ, ഇലകൾ എന്നിവ പോലുള്ള സസ്യഭാഗങ്ങളിൽ നിന്ന് ഒരു പുതിയ സസ്യം വികസിക്കുന്ന അലൈംഗിക പ്രത്യുത്പാദന രീതി ഏതാണ്? കായിക പ്രവർത്തനം, വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ. കായിക പ്രവർത്തനം എന്നത് സസ്യങ്ങളുടെ അലൈംഗിക പ്രത്യുത്പാദന രീതിയാണ്. ഇതിൽ വേര്, തണ്ട്, ഇല തുടങ്ങിയ സസ്യഭാഗങ്ങളിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉത്ഭവിക്കുന്നു. മാതൃസസ്യത്തിന്റെ അതേ ജനിതക സ്വഭാവങ്ങളുള്ള സസ്യങ്ങളെ ഇത് ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, കട്ടിംഗ് തുടങ്ങിയവ കായിക പ്രവർത്തനത്തിന്റെ വിവിധ രീതികളാണ്. വിത്ത് സസ്യങ്ങളിൽ ഒരു ബീജകേന്ദ്രം അണ്ഡവുമായി സംയോജിച്ച് ഭ്രൂണവും മറ്റൊന്ന് 2 ധ്രുവീയ കേന്ദ്രങ്ങളുമായി സംയോജിച്ച് എൻഡോസ്പേമും രൂപീകരിക്കുന്ന സവിശേഷമായ പ്രക്രിയ ഏതാണ്? ഇരട്ട ബീജസങ്കലനം, ഡബിൾ ഫെർട്ടിലൈസേഷൻ.
ആവൃതബീജികളിൽ മാത്രം കാണുന്ന ഒരു സവിശേഷ പ്രക്രിയയാണ് ഇരട്ട ബീജസങ്കലനം. ഇതിൽ ഒരു പരാഗരേണുവിലെ രണ്ട് പുരുഷ ബീജങ്ങളിൽ ഒന്ന് അണ്ഡവുമായി ചേർന്ന് സൈഗോട്ട്, ഭ്രൂണം ഉണ്ടാക്കുന്നു. മറ്റേ ബീജം കേന്ദ്രകോശത്തിലെ രണ്ട് ധ്രുവീയ കോശങ്ങളുമായി ചേർന്ന് പ്രാഥമിക എൻഡോസ്പേം ന്യൂക്ലിയസ് പാൻ രൂപീകരിക്കുന്നു. ഇത് എൻഡോസ്പേമായി മാറുന്നു. ഭ്രൂണത്തിന് പോഷണം നൽകുക എന്നതാണ് എൻഡോസ്പേമിന്റെ പ്രധാന ധർമ്മം. പ്രകാശസംശ്ലേഷണത്തിന്റെ പ്രാഥമിക അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും അവയുടെ രാസസമവാക്യം ഉൾപ്പെടെ എന്തൊക്കെയാണ്? അഭികാരകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, CO2, ജലം, H2O, ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ്, CrH12OR, ഓക്സിജൻ, O2, ജലം, H2O. സമവാക്യം 6CO2+12H2O വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം CrH12O+6O2+6H2O. പ്രകാശവും ക്ലോറോഫില്ലും ഉൽപ്രേരകങ്ങളായി. സസ്യങ്ങൾ സൂര്യപ്രകാശത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രകാശസംശ്ലേഷണം. ഈ പ്രക്രിയയിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് അഭികാരകങ്ങൾ. ക്ലോറോഫിലിന്റെ സാന്നിധ്യത്തിൽ സൂര്യപ്രകാശത്തെ ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ്, ഭക്ഷണം, ഓക്സിജൻ, ജലം എന്നിവ ഉത്പാദിപ്പിക്കുന്നു. എല്ലാ ജീവിവർഗങ്ങൾക്കും നിലനിൽക്കാൻ ആവശ്യമായ ഓക്സിജനും ഭക്ഷണവും പ്രകാശസംശ്ലേഷണത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. കരയിലും വെള്ളത്തിലുമുള്ള സസ്യങ്ങൾ പ്രകാശസംശ്ലേഷണത്തിനായി കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനമായും എവിടെ നിന്നാണ് നേടുന്നത്? കരയിലെ സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് CO2 വലിച്ചെടുക്കുന്നു. അതേസമയം ജലസസ്യങ്ങൾ വെള്ളത്തിൽ ലയിച്ച CO2 വലിച്ചെടുക്കുന്നു. പ്രകാശസംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് അത്യന്താപേക്ഷിതമാണ്. കരയിലെ സസ്യങ്ങൾ ഇലകളിലെ സ്റ്റൊമാറ്റ എന്ന ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് CO2 ആഗിരണം ചെയ്യുന്നു. ജലസസ്യങ്ങളാകട്ടെ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് അയോണുകൾ ഉപയോഗിച്ചാണ് പ്രകാശസംശ്ലേഷണം നടത്തുന്നത്. പ്രകാശസംശ്ലേഷണ സമയത്ത് ഏത് അഭികാരക തന്മാത്രയിൽ നിന്നാണ് ഓക്സിജൻ ഒരു ഉപോൽപ്പന്നമായി പുറത്തുവിടുന്നത്? ജലം, H2O. പ്രകാശസംശ്ലേഷണ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുന്നത് ജലതന്മാത്രകളുടെ ഫോട്ടോലൈസിസ് മൂലമാണ്. അതായത് സൂര്യപ്രകാശത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ച് ജലത്തെ ഓക്സിജൻ, പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ എന്നിവയായി വിഘടിപ്പിക്കുന്നു. ഈ പ്രക്രിയയാണ് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനാവശ്യമായ ഓക്സിജൻ നൽകുന്നത്. പ്രകാശസംശ്ലേഷണ സമയത്ത് പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുന്ന സസ്യ ഇലകളിലെ പ്രധാന പച്ചവർണ്ണകം ഏതാണ്? ക്ലോറോഫിൽ. ക്ലോറോഫിൽ സസ്യങ്ങളിലെ ഒരു പ്രധാന പച്ചവർണ്ണകമാണ്. ഇത് ക്ലോറോപ്ലാസ്റ്റുകളിൽ കാണപ്പെടുന്നു. പ്രകാശസംശ്ലേഷണ സമയത്ത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ക്ലോറോഫിലിനുണ്ട്. ഈ ആഗിരണം ചെയ്യപ്പെട്ട ഊർജ്ജമാണ് കാർബൺ ഡൈ ഓക്സൈഡിനെയും ജലത്തെയും ഗ്ലൂക്കോസാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്. മാതളം, വഴുതനങ്ങ, ചുവന്ന കാബേജ് തുടങ്ങിയ പഴങ്ങളിലും പച്ചക്കറികളിലും ചുവപ്പ്, ധൂമ്രനൂൽ, നീല നിറങ്ങൾ നൽകുന്ന ഫിനോളിക് വിഭാഗത്തിൽപ്പെടുന്ന വെള്ളത്തിൽ ലയിക്കുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിനുകൾ, ആന്തസയനൻസ്. ആന്തോസയാനിനുകൾ സസ്യങ്ങളിൽ കാണപ്പെടുന്ന വെള്ളത്തിൽ ലയിക്കുന്ന വർണ്ണകങ്ങളാണ്. ഈ ഫിനോളിക് സംയുക്തങ്ങളാണ് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും പൂക്കൾക്കും ചുവപ്പ്, ധൂമ്രനൂൽ, നീല നിറങ്ങൾ നൽകുന്നത്. ആന്തോസയാനിനുകൾ ശക്തമായ ആന്റിഓക്സിഡന്റുകളാണ്. അവയ്ക്ക് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ക്ലോറോഫിൽ തന്മാത്രയുടെ ഘടനയിൽ കേന്ദ്രസ്ഥാനത്തുള്ള അവശ്യധാതു ആറ്റം ഏതാണ്? മഗ്നീഷ്യം, മാഗ്നീസിയം. ക്ലോറോഫിൽ തന്മാത്രയുടെ കേന്ദ്രഭാഗത്ത് ഒരു മഗ്നീഷ്യം ആറ്റമാണുള്ളത്. ഈ മഗ്നീഷ്യം ആറ്റം പോർഫിറിൻ വലയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യാനും പ്രകാശസംശ്ലേഷണ പ്രക്രിയയെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോവാനും ഈ കേന്ദ്രീകൃത മഗ്നീഷ്യം ആറ്റം നിർണായക പങ്ക് വഹിക്കുന്നു. മഗ്നീഷ്യമില്ലാത്ത ക്ലോറോഫിൽ തന്മാത്രകൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രകാശസംശ്ലേഷണം ദൃശ്യപ്രകാശ സ്പെക്ട്രത്തിലെ ഏത് തരംഗദൈർഘ്യങ്ങളിലാണ് ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്നത്? ചുവപ്പ്, നീല പ്രകാശങ്ങളിൽ. പ്രകാശസംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾ സൂര്യപ്രകാശത്തിലെ ചുവപ്പ്, നീല വർണ്ണങ്ങളിലുള്ള പ്രകാശത്തെയാണ് കൂടുതലായി ആഗിരണം ചെയ്യുന്നത്. ഈ വർണ്ണങ്ങളിലെ പ്രകാശോർജ്ജം ക്ലോറോഫിൽ തന്മാത്രകൾക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നു. പച്ചപ്രകാശം കൂടുതലും പ്രതിഫലിച്ചു പോകുന്നതുകൊണ്ടാണ് സസ്യങ്ങളെ പച്ച നിറത്തിൽ കാണുന്നത്. ഹിൽ പ്രതിപ്രവർത്തനം എന്നും അറിയപ്പെടുന്ന ഫോട്ടോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങൾ, പ്രകാശത്തെ ആശ്രയിച്ചുള്ള പ്രതിപ്രവർത്തനങ്ങൾ ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ എവിടെയാണ് നടക്കുന്നത്?
ഗ്രാനയിൽ, പ്രത്യേകിച്ച് ഗ്രാനയിലെ തൈലക്കോയിഡ് മെംബ്രേനുകളിൽ പ്രകാശത്തെ ആശ്രയിച്ചുള്ള പ്രതിപ്രവർത്തനങ്ങൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഗ്രാനയിലെ തൈലക്കോയിഡ് മെംബ്രേനുകളിലാണ് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറ്റപ്പെടുകയും ATP, NADPH എന്നിവ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് പ്രകാശസംശ്ലേഷണത്തിന്റെ ആദ്യഘട്ടമാണ്. പ്രകാശസംശ്ലേഷണത്തിന്റെ ഇരുണ്ട രാസപ്രവർത്തനത്തിന്റെ മറ്റൊരു പേരെന്താണ്? അത് എവിടെയാണ് നടക്കുന്നത്? കാൽവിൻ ചക്രം അല്ലെങ്കിൽ PCR ചക്രം. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ വെച്ച് ഇത് നടക്കുന്നു. പ്രകാശസംശ്ലേഷണത്തിന്റെ ഇരുണ്ട രാസപ്രവർത്തനം കാൽവിൻ ചക്രം അഥവാ PCR ചക്രം എന്നറിയപ്പെടുന്നു. ഇത് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിലാണ് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രകാശഘട്ടത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ട ഊർജ്ജം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലൂക്കോസാക്കി മാറ്റപ്പെടുന്നു. സസ്യങ്ങളുടെ സംഭരണ അവയവങ്ങളായ വിത്തുകൾ, കിഴങ്ങുകൾ, വേരുകൾ എന്നിവയിൽ പ്രധാനമായും കാണപ്പെടുന്ന പോളിസാക്കറൈഡായ അന്നജത്തിന്റെ മറ്റൊരു സാധാരണ പേരെന്താണ്? അമൈലം, ആമലം. അന്നജം എന്നത് സസ്യങ്ങളിൽ ഊർജ്ജം സംഭരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന പോളിസാക്കറൈഡാണ്. ഇതിനെ അമൈലം എന്നും അറിയപ്പെടുന്നു. വിത്തുകൾ, കിഴങ്ങുകൾ, വേരുകൾ എന്നിവിടങ്ങളിലാണ് ഇത് പ്രധാനമായും കാണപ്പെടുന്നത്. മനുഷ്യന്റെ ഭക്ഷണത്തിലെ ഒരു പ്രധാന കാർബോഹൈഡ്രേറ്റ് സ്രോതസ്സാണിത്. ഏത് സസ്യ ഹോർമോണുകളാണ് വളർച്ചാ പ്രൊമോട്ടറുകളായും ഏതാണ് വളർച്ചാ ഇൻഹിബിറ്ററുകളായും തരംതിരിച്ചിരിക്കുന്നത്? ഓക്സിൻ, ജിബറലിൻ, സൈറ്റോകിനിൻ എന്നിവ വളർച്ചാ പ്രൊമോട്ടറുകളാണ്. അബ്സിസിക് ആസിഡ്, എഥിലീൻ എന്നിവ വളർച്ചാ ഇൻഹിബിറ്ററുകളാണ്. സസ്യ ഹോർമോണുകൾ, ഫൈറ്റോഹോർമോണുകൾ സസ്യവളർച്ചയെയും വികാസത്തെയും നിയന്ത്രിക്കുന്നു. ഓക്സിൻ, ജിബറലിൻ, സൈറ്റോകിനിൻ എന്നിവ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അബ്സിസിക് ആസിഡ്, എഥിലീൻ എന്നിവ വളർച്ചയെ തടയുകയോ പാകമാകൽ പ്രക്രിയയെ സഹായിക്കുകയോ ചെയ്യുന്നു. ഇവ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുകയും സൂക്ഷ്മ അളവിൽ പോലും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. ഓക്സിൻ കണ്ടെത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞർ ആരെല്ലാം? ചാൾസ് ഡാർവിനും F.W. വെൻഡും. സസ്യഹോർമോണായ ഓക്സിൻ കണ്ടെത്തലിൽ ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ മകൻ ഫ്രാൻസിസ് ഡാർവിനും പ്രാഥമിക നിരീക്ഷണങ്ങൾ നടത്തി. പിന്നീട് F.W. വെൻഡ് ആണ് ഓക്സിനെ വേർതിരിച്ച് അതിന്റെ രാസസ്വഭാവം തിരിച്ചറിഞ്ഞത്. ഇത് സസ്യങ്ങളിലെ വളർച്ചാ നിയന്ത്രണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വലിയ സംഭാവന നൽകി. ഓക്സിൻ ഉത്പാദനം സസ്യങ്ങളിൽ പ്രധാനമായും എവിടെയാണ് നടക്കുന്നത്? സസ്യത്തിന്റെ അഗ്രഭാഗങ്ങളിൽ. ഓക്സിൻ ഹോർമോൺ സസ്യങ്ങളുടെ തണ്ട്, വേര് എന്നിവയുടെ അഗ്രഭാഗങ്ങളിലെ മെരിസ്റ്റമാറ്റിക് കോശങ്ങളിലാണ് പ്രധാനമായും ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഹോർമോൺ സസ്യത്തിന്റെ വളർച്ചയെയും വികാസത്തെയും, പ്രത്യേകിച്ച് കോശവിഭജനത്തെയും ദീർഘീകരണത്തെയും നിയന്ത്രിക്കുന്നു. സസ്യങ്ങളിൽ ഓക്സിന്റെ പ്രധാന ചില ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇത് അഗ്രഭാഗത്തെ ആധിപത്യത്തിന് ആപക്കൽ ഡോമിനൻസ് കാരണമാകുന്നു. പാർശ്വമുകുളങ്ങളുടെ വളർച്ചയെ തടയുന്നു. കൂടാതെ ഇലകൾ കൊഴിയുന്നത് ആബ്സഷൻ തടയുന്നു. ഓക്സിൻ ഹോർമോൺ സസ്യവളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അഗ്രഭാഗത്തെ ആധിപത്യം, അതായത് മുകളിലേക്കുള്ള തണ്ടിന്റെ വളർച്ചയ്ക്ക് ഇത് കാരണമാകുന്നു. ഇതിലൂടെ പാർശ്വമുകുളങ്ങളുടെ വളർച്ചയെ തടയുകയും സസ്യത്തിന്റെ മുകളിലേക്കുള്ള വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇലകളും പഴങ്ങളും കൊഴിയുന്നത് തടയാനും ഇത് സഹായിക്കുന്നു. ജിബറലിൻ കണ്ടെത്തിയത് ആരാണ്? ഏതു വർഷമാണ്? ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കുറോസവ 1926-ൽ. ജിബറലിൻ എന്ന സസ്യ ഹോർമോൺ 1926-ൽ ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കുറോസവയാണ് കണ്ടെത്തിയത്. ബക്കേനെ രോഗം ബാധിച്ച നെൽച്ചെടികളിൽ അസ്വാഭാവിക വളർച്ചയ്ക്ക് കാരണമായ ഒരു ഫംഗസിൽ നിന്നാണ് അദ്ദേഹം ഇത് വേർതിരിച്ചെടുത്തത്. സസ്യങ്ങളിൽ തണ്ടിന്റെ നീളം കൂട്ടുന്നതിനും വിത്ത് മുളയ്ക്കുന്നതിനും പൂവിടുന്നതിനും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. കുള്ളൻ സസ്യങ്ങളിൽ ജിബറലിന്റെ ഒരു പ്രധാന ഫലം എന്താണ്? ഇത് കുള്ളൻ സസ്യങ്ങളെ നീളം വെക്കാൻ സഹായിക്കുന്നു. ജിബറലിൻ ഹോർമോണിന് കുള്ളൻ സസ്യങ്ങളുടെ തണ്ടിന്റെ നീളം കൂട്ടാനുള്ള കഴിവുണ്ട്. ഈ ഹോർമോൺ കോശവിഭജനത്തെയും കോശങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കുന്നതിനെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതുവഴി സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ച വർദ്ധിപ്പിക്കുന്നു. ഇത് കാർഷിക മേഖലയിൽ വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ജിബ്ബെറലിൻ വിത്തുകളുടെ ഉറക്കത്തെയും മുളപൊട്ടലിനെയും എങ്ങനെ സ്വാധീനിക്കുന്നു? ഇത് വിത്തുകളുടെ ഉറക്കം ഭേദിക്കാനും മുളപൊട്ടൽ പ്രോത്സാഹിപ്പിക്കാനും സഹായകമാണ്. ജിബ്ബെറലിനുകൾ സസ്യ ഹോർമോണുകളാണ്. ഇവ വിത്തുകളിലെ ഉറക്കം ഡോമൻസി ഇല്ലാതാക്കി മുളപൊട്ടൽ ത്വരിതപ്പെടുത്തുന്നു.
ഈ ഹോർമോണുകൾ സസ്യവളർച്ചയെയും വികാസത്തെയും സാരമായി സ്വാധീനിക്കുന്നു. കാർഷിക മേഖലയിൽ ഇവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്.